ബ്രൈറ്റ് അക്കാഡമിയുടെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹയർ സെക്കൻഡറി +2 എക്സാമിന്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസും അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസും ആണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പാഠത്തിന്റെ വെയിറ്റേജ് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പഴയ അതേ ഫോർമാറ്റിൽ തന്നെ പാഠങ്ങൾ വെയിറ്റേജ് തിരിഞ്ഞു വന്നു. അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും, പക്ഷേ ഏറ്റവും കൂടുതൽ മാർക്കുള്ള 1-2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിനകത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിറ്റർമിനന്റ് എന്ന് പറയുന്ന പാഠത്തിലെ സോൾവ് ദ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് 3 വേരിയബിൾ ഉള്ള ഇക്വേഷന്റെ പ്രോബ്ലം ആയിരിക്കും നമുക്ക് സാധാരണ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് തന്നെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അത് നിങ്ങൾ നോക്കണം. നിങ്ങളുടെ ക്വസ്റ്റ്യനകത്ത് സോൾവ് ദ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ യൂസിങ് മെട്രിക്സ് മെത്തേഡ് എന്ന് പറയാറുണ്ട്, ഇൻവേഴ്സ് മെത്തേഡ് എന്ന് പറയാറുണ്ട്, ഡിറ്റർമിനന്റ് മെത്തേഡ് എന്ന് പറയാറുണ്ട്. ഇതെല്ലാം ഒന്ന് തന്നെയാണ്. അപ്പൊ അതിന്റെ ക്വസ്റ്റ്യൻസ് ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ നടത്താണ്. എക്സ് പ്ലസ് 2y പ്ലസ് z ഇസ് ഈക്വൽ ടു 8 2x പ്ലസ് y മൈനസ് z ഇസ് ഈക്വൽ ടു 1 x മൈനസ് y പ്ലസ് z ഇസ് ഈക്വൽ ടു 2 ആണ്. അപ്പൊ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് നമ്മുടെ ക്വസ്റ്റ്യൻ കറക്റ്റ് ഓർഡറിലാണോ എന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രമേ പ്രോബ്ലം ചെയ്യാവുള്ളൂ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നോക്കിയേ, വേരിയബിൾ ആയ എക്സ് ആദ്യം വേണം, രണ്ടാമത് y വരണം, മൂന്നാമത് z വരണം. അപ്പൊ കറക്റ്റ് ഓർഡറിൽ തന്നെ. അപ്പൊ ക്വസ്റ്റ്യൻ എല്ലാ ഇക്വേഷനും കറക്റ്റ് ഓർഡറിൽ തന്നെ. ആദ്യം എക്സ്, രണ്ടാമത് y, മൂന്നാമത് z. അപ്പൊ ഓർഡർ തെറ്റി കിടക്കില്ല. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എഴുതേണ്ടത് ക്യാപിറ്റൽ എ എഴുതിയിട്ട് മെട്രിക്സിന്റെ സിമ്പിൾ ഇട്ടിട്ട് 1 2 1 2 1 മൈനസ് 1 1 മൈനസ് 1 1. അതെങ്ങനെയാ എഴുതുന്നത്? സിമ്പിൾ. എക്സിന്റെയും വൈയുടെയും ഇസഡിന്റെയും മുന്നിലുള്ള നമ്പറുകൾ, ദാറ്റ് ഈസ് കോയിഫിഷ്യന്റ് മാത്രം എഴുതി അതൊരു മെട്രിക് സിമ്പിൾ ഇട്ട് വെക്കുക. സെക്കൻഡ് സ്റ്റെപ്പ് ക്യാപിറ്റൽ ബി, അങ്ങോട്ട് തന്നെ മാറ്റി അപ്പുറത്തോട്ട് മാറ്റി ക്യാപിറ്റൽ ബി എന്ന് എഴുതിയിട്ട് ഇതിനകത്ത് ഇസ് ഈക്വൽ ടു കഴിഞ്ഞ് കിടക്കുന്ന കോൺസ്റ്റന്റുകൾ, അതാണ് ക്യാപിറ്റൽ ബി. അത് ഏതൊക്കെയാണ്? 8 1 2. ഇനി എഴുതേണ്ടത് ക്യാപിറ്റൽ എക്സ്. ക്യാപിറ്റൽ എക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് സോൾവ് ചെയ്യേണ്ട ഇംഗ്ലീഷ് ലെറ്റേഴ്സ് എക്സ് വൈ ഇസഡ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എഴുതുമ്പോൾ എല്ലാം നമ്മുടെ ക്വസ്റ്റ്യനകത്ത് തന്നെ എഴുതിയത്. എല്ലാ സിമ്പലുകളും നിങ്ങൾ നോക്കിയ മെട്രിക്സിന്റെ സിമ്പലേ ഇടാവുള്ളൂ. എക്സിന്റെയും വൈയുടെയും ഇസഡിന്റെയും മുന്നിലുള്ള കോയിഫിഷ്യന്റുകൾ കറക്റ്റ് ആണോ നോക്കണം, സൈൻ കറക്റ്റ് ആണോ നോക്കണം, എവിടെങ്കിലും മൈനസ് ഉണ്ടെങ്കിൽ മൈനസ് അവിടെ കാണിച്ചിരിക്കണം. അതിനുശേഷം സെക്കൻഡ് സ്റ്റെപ്പ്, ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. സെക്കൻഡ് സ്റ്റെപ്പിൽ നേരെ ഡിറ്റർമിനന്റ് ഓഫ് എ കണ്ടുപിടിക്കുന്നു. ഡിറ്റർമിനന്റ് ഓഫ് എ കണ്ടുപിടിക്കാൻ നമുക്ക് പല മെത്തേഡ് ഉണ്ട്. ഫസ്റ്റ് റോ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാം, സെക്കൻഡ് റോ ഉപയോഗിക്കാം, തേർഡ് റോ ഉപയോഗിക്കാം. നമ്മൾ ഏറ്റവും കൂടുതൽ പഠിച്ചിട്ടുള്ളത് ഫസ്റ്റ് റോ ഉപയോഗിച്ചോളാം. അപ്പൊ നമ്മളിത് ചെയ്യുന്നു. ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെന്റ് 1 ആണ്. 1 എഴുതി അതിന്റെ റോയും കോളവും കളഞ്ഞാൽ ബാക്കി കിട്ടുന്ന നമ്പറുകൾ നമുക്കറിയാം. 1 മൈനസ് 1 മൈനസ് 1 1. ഇനി തെറ്റിപ്പോകരുത്, മൈനസ് എഴുതണം. 2 എഴുതി അതിന്റെ റോയും കോളവും കളഞ്ഞു. അതിന്റെ റോയും കോളവും കളഞ്ഞാൽ കിട്ടുന്ന നമ്പറുകൾ 2 മൈനസ് 1 1 1. ഇനി സൈൻ പ്ലസ് ആണ്. 1 ഇൻറ്റു അതിന്റെ റോയും കോളവും കളഞ്ഞാൽ 2 1 1 മൈനസ് 1. ഇനി അതിനുശേഷം ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുന്നു. 1 ഇൻറ്റു അറിയാലോ, ക്രോസ് ഗുണനമാണ്. അത് ഞാൻ ചെയ്തെന്ന് പോത്തേ ഉള്ളൂ. 1 ഇൻറ്റു 1 1. ഇനി മൈനസ് എഴുതി ഇട്ടതിന് ശേഷം മൈനസ് എഴുതി ഇടുക. അതിനുശേഷം മാത്രമേ അടുത്ത ചെയ്യാവൂ. വീണ്ടും 1 മൈനസ് 2 ഇൻറ്റു വീണ്ടും 2 മൈനസ് എഴുതി ഇട്ടു. എന്നിട്ട് അങ്ങോട്ട് ഗുണിച്ചാൽ മൈനസ് 1 പ്ലസ് 1 ഇൻറ്റു മൈനസ് 2 മൈനസ് 1. ലാസ്റ്റ് ആൻസർ 1 ഇൻറ്റു 0 മൈനസ് 2 ഇൻറ്റു 3 പ്ലസ് 1 ഇൻറ്റു മൈനസ് 3. ഉത്തരം കിട്ടുന്നത് 0 മൈനസ് 6 മൈനസ് 3. ഉത്തരം മൈനസ് 9. അപ്പൊ ഇതുവരെ സോൾവ് ചെയ്തതിനകത്ത് ആർക്കും ഡൗട്ട് ഒന്നുമില്ലല്ലോ. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ മെട്രിക്സ് എഴുതി, സിമ്പിൾ ഇട്ടു. സെക്കൻഡ് സ്റ്റെപ്പ് ഡിറ്റർമിനന്റ് ഓഫ് എ കണ്ടുപിടിച്ചു. ആ ഡിറ്റർമിനന്റ് ഓഫ് ഒരു വാല്യൂ കിട്ടി, -9 ആണ്. ഈ -9 കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എഴുതുന്നത് ഡിറ്റർമിനന്റ് ഓഫ് എ ഇസ് ഈക്വൽ ടു -9. അതൊരു ബോക്സിനകത്ത് ഇട്ട് വെക്കുക, നമുക്ക് വേണ്ടതാണ്. അതിനുശേഷം എഴുതുന്നത് ഒരു ചെറിയ സിമ്പിൾ എഴുതി വെക്കണം. എ ഡിറ്റർമിനന്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു 0. ഡിറ്റർമിനന്റ് ഓഫ് എ 0 അല്ല. 0 ആണോ എങ്കിൽ നിങ്ങൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യണ്ട. എന്നിട്ട് എഴുതണം എ ഇൻവേഴ്സ് ഈസ് എക്സിസ്റ്റ്. എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. എ ഇൻവേഴ്സ് എക്സിസ്റ്റ് ആണ് എന്ന് പറഞ്ഞാൽ എ ഇൻവേഴ്സ് ഈ ക്വസ്റ്റ്യനിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. അതിനുശേഷം സെക്കൻഡ് സ്റ്റെപ്പും കഴിഞ്ഞു. തേർഡ് സ്റ്റെപ്പിൽ നമ്മൾ അഡ്ജിയെ കണ്ടുപിടിക്കുന്നു. ഈ അഡ്ജിയെ കണ്ടുപിടിക്കുന്നത് ഡയറക്റ്റ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ നിങ്ങൾ സ്കൂളിൽ മൈനർ കണ്ടുപിടിച്ചു, കോഫാക്ടർ കണ്ടുപിടിച്ചു, പിന്നെ അതിന്റെ ട്രാൻസ്ഫേഴ്സ് എടുത്തു എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്ന സാധനം നമുക്ക് ഒരൊറ്റ സ്റ്റെപ്പിൽ എഴുതാവുന്നതാണ്. നമ്മൾ അതാണ് ഇത് ക്ലാസ് ചെയ്യുന്നത്.
അല്ലാതെ ഒറിജിനൽ മെത്തേഡ് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. അഡ്ജിയയ്ക്ക് മാർക്കുണ്ട്. ഈ അഡ്ജിയെ സോൾവ് ചെയ്ത മെത്തേഡ് അവർ നോക്കത്തില്ല, പക്ഷെ അതിന് മാർക്കുണ്ട്. അപ്പൊ നമ്മളിത് ചെയ്യുന്നത് ശ്രദ്ധിക്കണം. എ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ നമ്മുടെ ഉണ്ട്. 1 2 1 2 1 -1 1 -1 1. ഇതാണ് നമ്മുടെ എ. ഞാൻ അഡ്ജിയെ കണ്ടുപിടിക്കാൻ പോകുന്നത് നോക്കിക്കോ. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. ഈ ക്വസ്റ്റ്യന്റെ നമ്മുടെ ക്വസ്റ്റ്യന്റെ എന്റെ നേരെ ട്രാൻസ്പോസ് ആണ്. ഇതൊരു ഷോർട്ട് കട്ടാണ്. എ എന്ന് പറയുന്ന മെട്രിക്സിന്റെ ട്രാൻസ്പോസ് ആണ് എടുക്കുക. ട്രാൻസ്പോസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇച്ചിരി വലുതായിട്ട് എഴുതാൻ വേണ്ടി ഞാൻ അപ്പുറത്തോട്ട് നെക്സ്റ്റ് പേജിലോട്ടാണ് എഴുതുന്നത്. ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ റോയെ കോളമാക്കിയാണ് എഴുതുന്നത്. അപ്പൊ റോയെ കോളമാക്കി എഴുതുമ്പോൾ 1 2 1 2 1 -1 1 -1 1. നമ്മുടെ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനകത്ത് ട്രാൻസ്പോസ് എടുത്തപ്പോൾ ക്വസ്റ്റ്യൻ തന്നെ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാ ക്വസ്റ്റ്യനകത്തും വരത്തില്ലേ. ഈ ട്രാൻസ്പോസ് ഒരു 4 തവണ എഴുതുക. ഇപ്പൊ ഇത് എത്ര തവണയായിട്ടുള്ളൂ? ഒരു തവണയായിട്ടുള്ളൂ. ഇങ്ങോട്ട് മാറ്റി 1 2 1 2 1 -1 1 -1 1. ഞാൻ ഒന്നുകൂടെ പറയാം. ക്വസ്റ്റ്യൻ അല്ല ഞാൻ 4 പ്രാവശ്യം എഴുതിയത്. ക്വസ്റ്റ്യന്റെ ട്രാൻസ്പോസ് റോയെ കോളോ ആക്കി എഴുതിയ സാധനം 4 പ്രാവശ്യം. ഇപ്പൊ 2 പ്രാവശ്യമായി. വീണ്ടും 1 2 1 2 1 -1 1 -1 1 1 2 1 2 1 -1 1 -1 1. ഇപ്പൊ ഞാനിപ്പം ട്രാൻസ്പോസ് എത്ര പ്രാവശ്യം എഴുതി? എ എന്ന് പറയുന്നതിന്റെ ട്രാൻസ്പോസ് 4 പ്രാവശ്യം എഴുതി. എന്നിട്ട് ഇതൊരു ബോക്സ് വരയ്ക്കും. ഈ ബോക്സിനകത്ത് നമ്മുടെ അഡ്ജിയെ ഇരിപ്പുണ്ട്. നമ്മുടെ അഡ്ജിയെ ഈ ബോക്സിനകത്ത് ഇരിപ്പുണ്ട്. ഇനി മെട്രിക്സിന്റെ സിമ്പൽ ഇട്ടിട്ട് ക്രോസ് ഗുണിക്കുന്ന നോക്കിയിരുന്ന പൊസിഷൻ കണ്ടോ? 1. ഇനി മൈനസ് എഴുതി. എന്നിട്ട് അങ്ങോട്ട് വീണ്ടും 1. ഇങ്ങോട്ട് -1 -2. വീണ്ടും -2 -1. ഗുണിക്കുന്ന കണ്ടോണം. ഇതിങ്ങനെ കണ്ടോണം. വീണ്ടും -1 -2 1 -1 2 -1 -2 -1 2 -1. എലമെന്റുകൾ തെറ്റുന്നത് 1 -4. ഇനി അത് സോൾവ് ചെയ്യുമ്പോൾ അഡ്ജ് ചെയ്ത് കിട്ടും. അപ്പൊ ഒന്നുകൂടെ പറയാം. ക്വസ്റ്റ്യൻ അല്ല 4 പ്രാവശ്യം എഴുതിയത്. ക്വസ്റ്റ്യന്റെ ട്രാൻസ്പോസ് ആണ് 4 പ്രാവശ്യം എഴുതി. ഒരു ബോക്സ് വരച്ചു. ബോക്സിനകത്ത് ക്രോസ് ഗുണിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് അഡ്ജ് എഴുതി. ക്രോസ് ഗുണിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇങ്ങോട്ട് ഗുണിച്ചു, മൈനസ് എഴുതി വെച്ചു, എന്നിട്ട് ഗുണിക്കാവും. ഇനി ഇത് സോൾവ് ചെയ്യുമ്പോൾ ആൻസർ ആയി നമ്മുടെ അഡ്ജ് ഡയറക്റ്റ് കിട്ടി. 0 -3 -3 -3 0 3 -3 3 -3. ഇപ്പോൾ നമുക്ക് എന്തിന്റെ ഉത്തരം ഡയറക്റ്റ് ഇനി കിട്ടി? അഡ്ജ്. ഞാൻ മൈനർ കണ്ടുപിടിച്ചില്ല, കോഫാക്ടർ കണ്ടുപിടിച്ചില്ല, ഡയറക്റ്റ് അഡ്ജിയെ കിട്ടി. അപ്പൊ അഡ്ജിയുടെ വാല്യൂ ഒന്നുകൂടെ ഓർമ്മിക്കണം. 0 -3 -3 -3 0 3 -3 3 -3. ഇതിൽ ഒരു എലമെന്റ് പോലും തെറ്റരുത്. ഈ അഡ്ജിയെ കിട്ടി. ഇനി നമ്മള് മൂന്നാമത്തെ സ്റ്റെപ്പ്. നമുക്ക് ഇതിന് സമയം പോയാലും വേണ്ടി 6 മാർക്ക് ഇനി കിട്ടും. മൂന്നാമത്തെ സ്റ്റെപ്പ് ക്യാപിറ്റൽ X is equal to A inverse B. A inverse B എന്ന് എഴുതിയതിനു ശേഷം ശ്രദ്ധിക്കണേ. A inverse കാണുന്ന ഇക്വേഷൻ ഞാൻ ഒരു ആരോ മാർക്ക് സൈൻ ഇട്ടിട്ട് അഡ്ജിയെ ഡിവൈഡർ ബൈ ഡിറ്റർമിനന്റ് ഓഫ് A into B. അഡ്ജിയെ നമ്മളിപ്പോ കണ്ടുപിടിച്ച് കഴിഞ്ഞു. അഡ്ജിയെ കിട്ടിയ ഉത്തരം 0 -3 -3 -3 0 3 -3 3 -3 ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് ഓഫ് A നമുക്ക് നേരത്തെ കിട്ടിയായിരുന്നു -9 ആയിരുന്നു. ഇൻറ്റു ക്യാപിറ്റൽ B. ക്യാപിറ്റൽ B നമ്മുടെ ക്വസ്റ്റ്യൻ അകത്തുള്ള സാധനങ്ങളാണ് 812. ഇനി നമ്മൾ മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു. 0 × 8 പ്ലസ് -3 × 1 പ്ലസ് -3 × 2 വീണ്ടും -3 × 8 പ്ലസ് 0 × 1 പ്ലസ് 3 × 3 വീണ്ടും -3 × 8 പ്ലസ് 3 × 1 പ്ലസ് സോറി ഇവിടെ 2 ആണ് -3 × 2 ഡിവൈഡഡ് ബൈ -9. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ആ ആൻസർ കിട്ടുന്ന ഞാൻ എഴുതിയേക്കാം. -9 -18 -27 ഹോൾ ഡിവൈഡഡ് ബൈ -9 എന്ന് വരും. ഇതിനെ ഓരോന്നിനെ -9 ഡിവൈഡഡ് ബൈ -9 -18 ഡിവൈഡഡ് ബൈ -9 -27 ഡിവൈഡഡ് ബൈ -9. അപ്പൊ ലാസ്റ്റ് ആൻസർ കിട്ടുന്നത് 1 2 3. അപ്പൊ ആദ്യം കിട്ടിയത് ക്യാപിറ്റൽ X അല്ല X, രണ്ടാമത് കിട്ടിയത് Y, മൂന്നാമത് കിട്ടിയത് Z. ഇതിനാണ് 6 മാർക്ക്.
അപ്പൊ ഇത് വളരെ സിമ്പിൾ സാധനമാണ്, വളരെ ശ്രദ്ധിച്ചേ ചെയ്യാവുള്ളൂ. നിങ്ങൾ ചെയ്ത ആൻസർ ശരിയാണോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യാം. ഇപ്പൊ കിട്ടിയ XYZന്റെ വാല്യൂസ് എടുത്ത് നമ്മുടെ ക്വസ്റ്റ്യൻ അകത്ത് ഇട്ട് കൊടുക്കുമ്പോൾ ഇസീക്വറ്റിന്റെ അപ്പുറത്തെ നമ്പർ കിട്ടിയാൽ നിങ്ങൾ ചെയ്തത് പക്ക പെർഫെക്റ്റ്, അല്ലെങ്കിൽ തെറ്റായിരിക്കും. അങ്ങനെ ഇസീക്വറ്റിന്റെ അപ്പുറത്തെ നമ്പർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആൻസർ ശരിയാണ്. ഇതാണ് 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. അപ്പൊ ഇത് വളരെ ശ്രദ്ധിച്ചേ ചെയ്യാവുള്ളൂ, വളരെ ശ്രദ്ധിച്ചേ ചെയ്യാവുള്ളൂ. ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ മാർക്ക് പോവും. അതുകൊണ്ട് സൈനുകൾ വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യുന്നത്. ഇതാണ് 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ഇനി നമ്മൾ നേരെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തന്നെ അറിയാം. പിന്നെ ഈ ഡിറ്റർമിനന്റ് എന്ന് പറയുന്ന പാഠത്തിനകത്ത് വേറെ ഒരു ചെറിയ സാധനമുണ്ട്. ചില വർഷങ്ങളിലെങ്ങാണ് കയറി വരുന്നത്. ചിലപ്പം ഇൻ കേസ് XYZ വാല്യൂ കണ്ടുപിടിക്കുന്ന പ്രോബ്ലം വന്നില്ല എങ്കിൽ വരുന്ന വേറൊരു പ്രോബ്ലം ഉണ്ട്. അതങ്ങനെ വരാൻ സാധ്യത ഇല്ലായിരിക്കും. ഇപ്പൊ A is equal to 3A 1 minus 1 2 എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നിട്ട് ഒന്നാമത്തെ പാർട്ട് ഷോ ദാറ്റ് A square minus 5A plus 7A is equal to 0 എന്നും, എന്നിട്ട് രണ്ടാമത്തെ പാർട്ട് ഹെൻസ് ഫൈൻഡ് A ഇൻവേഴ്സ് എന്നൊക്കെ ചോദിക്കുവാണെങ്കിലും ചെയ്യാൻ നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മെട്രിക്സ് ആണ്. A square minus 5A plus 7A is equal to 0 സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം. അതിനുശേഷം അതിൽ നിന്നും A ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ ചോദിക്കും. അപ്പൊ നമ്മൾ അഡ്ജിയ ബൈ ഡിറ്റർമിനന്റ് ഓഫ് ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ ചെയ്യുന്നത് ഈ കണ്ടീഷൻ A square minus 5A plus 7A is equal to 0 ആണെങ്കിൽ A ഇൻവേഴ്സ് ചോദിക്കുവാണെങ്കിൽ ഈ കണ്ടീഷനെ ത്രൂ ഔട്ട് A ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ബൈ A ഇൻവേഴ്സ്, മൾട്ടിപ്ലൈ ബൈ A ഇൻവേഴ്സ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യത കുറവാണ്. അപ്പൊ A square into A ഇൻവേഴ്സ് മൈനസ് 5A into A ഇൻവേഴ്സ് പ്ലസ് 7A into A ഇൻവേഴ്സ് is equal to 0 into A ഇൻവേഴ്സ്. ത്രൂ ഔട്ട് A ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. A square into A ഇൻവേഴ്സ് A raised to M into A raised to N. അതങ്ങ് ആലോചിച്ചാൽ മതി. A raised to M plus N 2 plus minus 1 A minus 5 വേണ്ടി A into A inverse തെറ്റിപ്പോലെ A into A inverse is equal to I. അപ്പൊ 5I plus I into A inverse is equal to ഉത്തരം A inverse അത് എഴുതി is equal to 0. ഇതിനകത്ത് A inverseന്റെ വാല്യൂ സോൾവ് ചെയ്യാൻ അറിയാം. 7A inverse is equal to 5I minus capital A. ഇതിനകത്ത് A inverse is equal to 5I minus capital A divided by 7. അതിന് നിങ്ങൾ സോൾവ് ചെയ്യണം. അപ്പൊ ഇത് എങ്ങനെയുള്ള പ്രോബ്ലത്തിനകത്താണെന്ന് ആലോചിക്കണേ. ഒരു കണ്ടീഷൻ A square minus 5A plus ഇതുപോലെ ഒരു ഷോ ദാറ്റ് വന്നിട്ട് അതിൽ നിന്ന് A ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഈ മെത്തേഡിൽ ചെയ്യാവുള്ളൂ. അവിടെ നമ്മൾ അഡ്ജിയ ബൈ ഡിറ്റർമിനന്റ് ഓഫ് ഉപയോഗിക്കുന്നത്, മാർക്ക് കിട്ടൂല. അതിനുശേഷം നേരെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലീനിയർ പ്രോഗ്രാമിംഗ്. നിങ്ങൾക്കറിയാം 6 മാർക്ക് ചുമ്മാതെ കിട്ടുന്ന ഒരു സാധനമാണ് 6 മാർക്ക്. അതിനകത്ത് ഗ്രാഫ് വരയ്ക്കാനുള്ള പ്രോബ്ലം മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് അതിനകത്ത് ഇപ്പൊ നിങ്ങൾക്ക് മോഡൽ എക്സാമിന് 3 ലൈനിന്റെ ഗ്രാഫാണ് വന്നത്. വളരെ സിമ്പിൾ ആണ്. 3 ലൈനിന്റെ ഗ്രാഫ് വന്നെന്ന് പറഞ്ഞാൽ അതൊരു വിഷയമുള്ള സാധനമല്ല. സാധാരണ നിങ്ങളുടെ പരീക്ഷയ്ക്കെല്ലാം വരാറുള്ളത് 2 ലൈനിന്റെ ഗ്രാഫാണ്. ഇപ്പൊ നമ്മൾ ഇതിനകത്തുള്ള 2 ലൈനിന്റെ ഒരു ഗ്രാഫ് ഒന്ന് ഡിസ്കസ് ചെയ്യും. അത് കഴിഞ്ഞ് 3 ലൈനിന്റെ ഒരു ഗ്രാഫ് ഒന്ന് ഡിസ്കസ് ചെയ്യും. ഒരു 2 ലൈനിന്റെ ഗ്രാഫ് വരുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ചെറിയൊരു ഷോർട്ട് കട്ട് പറഞ്ഞുതരാം. ആ ഷോർട്ട് കട്ട് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ എളുപ്പം ചെയ്താൽ മതി. അതിന്റെ ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ, മാക്സിമൈസ് ആൻഡ് മിനിമൈസ്. Z is equal to ഒരു 4x plus 5y സബ്ജക്ട് ടു കൺസ്ട്രെയിൻസ്. ഇതിനകത്ത് ഈ കൺസ്ട്രെയിൻ എന്ന് പറയുന്ന സാധനം നമുക്ക് ലൈനിന്റെ ഇക്വേഷൻ ആയിരിക്കും തരുന്നത്. ഇപ്പൊ ഞാനിപ്പോ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ ശ്രദ്ധിച്ചോളാം. 2 ലൈൻ വരുന്ന പ്രോബ്ലം ആണ്. ഞാൻ 3 ലൈനിന്റെ പ്രോബ്ലം അല്ല ചെയ്യുന്നത്. 2 ലൈൻ വരുന്ന മാത്രമുള്ള ഒരു പ്രോബ്ലം, ഒരു കൊച്ചു പ്രോബ്ലം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള എളുപ്പമുള്ള ഒരു പ്രോബ്ലം ചെയ്യാൻ പോവാം. x plus y less than or equal to 50. 3x plus y less than or equal to 90. x greater than or equal to 0. y greater than or equal to 0. നിങ്ങൾ പ്രത്യേകിച്ച് ഇതിനകത്തൊന്നുമില്ല. നിങ്ങൾ ആദ്യം ക്വസ്റ്റ്യൻ കിട്ടുമ്പോഴേ നോക്കുന്നതില്ല നമുക്ക് എത്ര ലൈൻ ഉണ്ടോ. നമ്മുടെ ഈ ക്വസ്റ്റ്യനകത്ത് 2 ലൈനേ ഉള്ളൂ. ഒന്ന് x plus y less than or equal to 50, 3x plus y less than or equal to 90 ആണ്. നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നതാണ്. ഈ x plus y less than or equal to സിംബൽ എടുത്ത് മാറ്റിയിട്ട് is equal to 50 എന്നും 3x plus y equal to 90 എന്ന് എഴുതുന്നു. അതിനുശേഷം ഒരു കോളം അങ്ങോട്ട് വരും. കോർഡിനേറ്റ്സ് നമ്മൾ കണ്ടെത്താൻ പോവുകയാണ്. കോർഡിനേറ്റ്സ് കണ്ടെത്തുന്നത് വളരെ സിമ്പിൾ. എക്സിന് 0 കൊടുത്തു. എക്സിന് 0 കൊടുത്തു എന്ന് പറയുമ്പോൾ എക്സ് എന്ന് പറയുന്ന വേരിയബിൾ അങ്ങ് മായ്ച്ചു കളയുക. അവിടെ നിന്ന് എക്സ് മൊത്തത്തിൽ മായ്ച്ചു കളയുക. എക്സ് മായ്ച്ചു കളഞ്ഞാൽ ബാക്കി y മാത്രമേ ഉള്ളൂ. y is equal to 50. അന്നേരെ തന്നെ പോയിന്റ് 0 50. അതിനുശേഷം yക്ക് 0 കൊടുക്കുമ്പോൾ എക്സ് എത്ര കിട്ടും? 50. 50 0. അപ്പൊ പോയിന്റ് കിട്ടും. ഒരു പോയിന്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അടുത്ത അതേപോലെ ഇവിടെ എക്സ് ഇവിടെ y. ശ്രദ്ധിക്കണേ, തെറ്റല്ലേ?
എക്സിന് 0. എക്സിന് 0 കൊടുക്കുമ്പോഴേ നിങ്ങൾക്ക് കിട്ടി 90. വൈക്ക് 0 കൊടുത്തു. വൈക്ക് 0 കൊടുക്കുമ്പോൾ വൈ അങ്ങ് വാങ്ങിച്ചു കളഞ്ഞ ബാക്കി 30. അപ്പൊ 0, 90യും 30, 0. അപ്പൊ പോയിന്റുകൾ കിട്ടി. ഇനി നമ്മൾ ലൈൻ ഉണ്ടാക്കണം. ലൈൻ ഉണ്ടാക്കുമ്പോൾ നമ്മൾ നിങ്ങൾക്ക് ഗ്രാഫ് പേപ്പർ സാധാരണ തരാറില്ല. സ്കെയിലും പെൻസിലും ഉപയോഗിച്ച് വേണം വരയ്ക്കേണ്ടത്. ലൈൻ വളഞ്ഞൊന്നും വരയ്ക്കരുത്, കറക്റ്റ് ആയിരിക്കണം. ഈ കിടക്കുന്ന വാല്യൂസ് മൊത്തം പോസിറ്റീവ് വാല്യൂസ് ആയതുകൊണ്ട് ഇത് ഫസ്റ്റ് ക്വാഡ്രന്റിൽ മാത്രം നിൽക്കുന്ന ഒരു പ്രോബ്ലമാണ്. ഇത് എക്സ് ആണ്, ഇത് വൈ ആണ്, ഇത് എക്സ് ഡാഷ് ആണ്, ഇത് വൈ ഡാഷ് ആണ്. അതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കണം. പിന്നെ നമ്മുടെ കയ്യിലുള്ള പോയിന്റുകൾ, നിങ്ങളുടെ പോയിന്റുകൾ നമുക്ക് കിട്ടിയത് ഇതാണ്. 50, 0 കിട്ടി, 0, 50 കിട്ടി. ഇതൊരു പോയിന്റും. അടുത്ത പോയിന്റ് കിട്ടിയത് 30, 0യും 0, 90യും ആണ് നമുക്ക് കിട്ടിയത്. നമ്മൾ പോയിന്റുകളൊന്ന് നോക്കിയേക്കളെ, പോയിന്റ് കറക്റ്റാണ്. അതിനുശേഷം ഇത് അടയാളപ്പെടുത്തുന്നത് ഈ കിടക്കുന്ന കണക്കിനകത്ത് ഏറ്റവും വലിയ നമ്പർ ഏതാണ്? ഏറ്റവും വലിയ നമ്പർ, ഹൈയസ്റ്റ് നമ്പർ 90 ആണ്. നമുക്ക് ഒരിക്കലും 1, 2, 3, 4 എടുക്കാൻ പറ്റത്തില്ല. 2, 4 പറ്റത്തില്ല, 5, 10 പറ്റത്തില്ല. നിങ്ങൾ 10, 20 പറഞ്ഞിട്ട് പോവാം. 10, 20, 30, 40, 50, 60, 70, 80, 90. 90 വരെ ആവശ്യമില്ല, എന്നാലും നമ്മളങ്ങ് എഴുതും. വീണ്ടും 10, 20, 30, 40, 50, 60, 70, 80, 90. മകളെ സ്കെയിലിൽ വരച്ച് കറക്റ്റ് ഓരോ സെന്റിമീറ്ററിനും കുത്തിട്ട് ഡോട്ട് ഇട്ടതിന് ശേഷം വേണം നമ്മൾ അടയാളപ്പെടുത്തുന്നത്. ഞാൻ ഈ വരയ്ക്കുന്ന ലൈൻ എന്ന് പറയുമ്പോൾ കറക്റ്റ് സെന്റിമീറ്റർ അളന്നിട്ടുള്ള ലൈൻ അല്ല. അപ്പൊ മിസ്റ്റേക്കുകൾ ഉണ്ടാവാറുണ്ട്. എനിക്ക് സെന്റിമീറ്റർ അളന്ന് വരച്ചാൽ ഇത് കറക്റ്റ് കിട്ടത്തുള്ളൂ. അതെല്ലാം അടയാളപ്പെടുത്തി അതിനുശേഷം ആദ്യത്തെ ലൈനിന്റെ പോയിന്റ് 50, 0. 50, 0 എന്ന് പറയുമ്പോഴേ നമ്മുടെ മനസ്സിൽ ആദ്യമാണ് നമ്പർ, എക്സ് ആക്സിസിലാണ് നമ്പർ. അപ്പൊ ഇവിടെ 50, 0, 0, 50 എന്നാൽ അവിടെ അന്നേരം തന്നെ 0, 50 എഴുതി വെച്ചേക്കണം. 0, 50 പിന്നെ 50, 0 അത് എഴുതി വെച്ചു. അതൊരു സ്ട്രെയിറ്റ് ഇങ്ങനെ വരച്ചതിന് ശേഷം ആ ലൈനിന്റെ പേരൂടെ കൊടുത്തേക്കണേ, മറക്കല്ലേ. ലൈനിന്റെ പേര് മറന്നുപോലെ എക്സ് പ്ലസ് വൈ = 50. അതിനുശേഷം 30, 0 അല്ല 0, 30, സോറി 30, 0 30, 0 30, 0 അന്നേരം തന്നെ പോയിന്റ് അടയാളപ്പെടുത്തിയേക്കണം, മറക്കരുത്. 0, 90 0, 90 ഇവിടെയാണ് 0, 90 വരുന്നത്. 30, 0 എന്ന് പറയുമ്പോൾ എക്സ് ആക്സിസിൽ നമ്പർ ഉണ്ട്, വൈ ആക്സിസിൽ നമ്പർ ഇല്ല. അപ്പൊ എക്സ് ആക്സിസിൽ മാത്രം ഇൻഡ് മാർക്ക് ചെയ്യുക. 0, 90 എന്ന് പറയുമ്പോൾ രണ്ടാമത് നമ്പർ എന്ന് പറയുമ്പോഴേ നമ്മുടെ മനസ്സിൽ വൈ ആക്സിസിൽ മാത്രമേ നമ്പർ ഉള്ളൂ, വേറെ നമ്പർ ഇല്ല. അപ്പൊ വൈ ആക്സിസിൽ 90 കൊണ്ട് അടയാളപ്പെടുത്തി ലൈൻ യോജിപ്പിച്ചു. ലൈനിന്റെ പേര് എവിടെങ്കിലും ഒന്ന് കൊടുത്തേക്കണേ. 3x + y = 90. ഇനിയാണ് നമ്മൾ മാർക്ക്, ബാക്കിയിരിക്കുന്ന മാർക്ക് പറയാൻ പോകും. വളരെ ശ്രദ്ധിക്കുക. നമ്മളിപ്പോ ഈ ക്വസ്റ്റ്യൻ ഫുൾ നമ്മൾക്ക് തന്നിരിക്കുന്ന രണ്ട് ലൈനും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ, എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യനകത്ത് ലൈൻസ് 2 രണ്ടും ഫുള്ള് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയാൽ നേരെ നിങ്ങൾ ഒറിജിനലിന് ഷെയ്ഡ് ചെയ്യുക. ഫുൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വന്നാൽ ഷെയ്ഡ് ദ ഒറിജിൻ. ഇതാണ് ഒറിജിൻ വരുന്ന ഭാഗം, ഇതാണ്. ഇത് ഫുള്ള് ഷെയ്ഡ് ചെയ്യുക. നോക്കണേ. ഫുൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ മാത്രമേ ഇവിടെ ഷെയ്ഡ് ചെയ്യാവുള്ളേ. ഫുൾ ലെസ് ദാൻ വന്നാൽ ഒറിജിൻ. ഹിന്റുകളാണ് പറയുന്നത്. ഫുൾ ലെസ് ദാൻ വന്നാൽ ഒറിജിൻ. അതൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ഇത് ക്യാപിറ്റൽ എ, ഇത് ക്യാപിറ്റൽ ബി, ഇത് ക്യാപിറ്റൽ സി, ഇത് ക്യാപിറ്റൽ ഡി. അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഷെയ്ഡ് ചെയ്ത പോർഷന്റെ കോർണർ പോയിന്റ്. അപ്പൊ നമ്മൾ പുതിയൊരു കോളം ഉണ്ടാക്കും. കോർണർ പോയിന്റ് എന്നെഴുതുക. കോർണർ പോയിന്റ് എന്ന് പറഞ്ഞൊരു ബോക്സ് ഉണ്ടാക്കിയിട്ട് നമുക്ക് തന്ന ഇസഡ് = നമുക്ക് തന്ന ഇസഡ് ഇവിടെ ആയിരുന്നു 4x + 5y ആയിരുന്നു, അത് എഴുതി. എന്നിട്ട് ക്യാപിറ്റൽ എ, ക്യാപിറ്റൽ ബി, ക്യാപിറ്റൽ സി, ക്യാപിറ്റൽ ഡി കോർഡിനേറ്റ്സ് അവിടെ എഴുതി വെക്കുക. ക്യാപിറ്റൽ എ എല്ലാവർക്കും അറിയാം. എവിടാണ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഒറിജിൻ ആണ്, അല്ലേ? ഒറിജിൻ 0, 0. ക്യാപിറ്റൽ ബി ആൾറെഡി ഉണ്ട്, 0, 50. ക്യാപിറ്റൽ ഡിയും ആൾറെഡി ഉണ്ട്, 30, 0. ഇതെല്ലാം നമ്മുടെ ആൾറെഡി ഉണ്ട്. ഇനി നമുക്ക് വേണ്ട വാല്യൂ ക്യാപിറ്റൽ സി ആണ്. ശ്രദ്ധിക്കുക, ഈ ക്യാപിറ്റൽ സി എന്ന് പറയുമ്പോൾ ഈ സാധനം താഴോട്ട് നോക്കുക. ഈ ജോയിൻ ചെയ്തത് താഴോട്ട് നോക്കിയിട്ട്, ഞാനിപ്പോ തൽക്കാലം എഴുതി വെക്കാം, താഴോട്ടുള്ള നമ്പർ കറക്റ്റ് ആയിട്ട് എഴുതി വെക്കാം. താഴോട്ട് നോക്കുമ്പോൾ വരുന്നത് 20 എന്നും സൈഡിലോട്ട് നോക്കുക 30 എന്നും കിട്ടും. അപ്പൊ നോക്കണേ, താഴോട്ട് നോക്കി
താഴോട്ട് നോക്കി എഴുതി വെച്ച് അതിനുശേഷം എന്നാൽ എക്സ് ആക്സിസിലോട്ട് നോക്കി അതിലെ നമ്പർ എഴുതി വെച്ച് എന്നിട്ടേ വൈ ആക്സിസിലോട്ട് പോകാവുള്ളൂ. എക്സ് 20 എഴുതി കഴിഞ്ഞ് 30 അപ്പൊ 20 ഓക്കെ ആയാലോ? എല്ലാവർക്കും ഓക്കെ ആയാലോ? പടം വരച്ചപ്പോ ഫുൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വന്നാൽ ഓർമ്മ വേണം, ഫുൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വന്നാൽ ഒറിജിൻ ഷെയ്ഡ് ചെയ്യുന്നു. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അടയാളപ്പെടുത്തിയതിനു ശേഷം നമ്മൾ കോർണർ പോയിന്റ് കോളം ഉണ്ടാക്കി ഇത് നമ്മൾ വാല്യൂ കണ്ടുപിടിക്കുന്നു. ഇത് എക്സ് കോർഡിനേറ്റ്, വൈ കോർഡിനേറ്റ്. 4 × 0 + 5 × 0 ഉത്തരം 0. അടുത്തത് 4 × 0 + 5 × 50 ഉത്തരം 250. അടുത്തത് 4 × 20 + 5 × 30 ഉത്തരം കിട്ടുന്നത് 150 + 80 230. അടുത്തത് 4 × 30 + 5 × 0 120. ഇപ്പൊ കിട്ടി. ഇതൊരു കോളം ആക്കി വെക്കുക. ഈ കോളത്തിലെ ഏറ്റവും വലിയ വില ഹൈയസ്റ്റ് വാല്യൂ 250. അപ്പൊ നമ്മൾ എഴുതും 250 എന്ന് പറഞ്ഞാൽ മാക്സിമം വാല്യൂ ആണ്. മാക്സിമം വാല്യൂ ആണ് 250 അറ്റ് ഏത് നമ്പറിന് നേരെയാണ് 0,50. ഇനി മിനിമം വാല്യൂ എഴുതാൻ പറഞ്ഞാൽ അറിയാമോ? ഏറ്റവും ചെറിയ വാല്യൂ 0. അത് മിനിമം വാല്യൂ ഒറിജിനാണ് 0. അതാണ് പാഠം. ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ ഫുൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വന്നപ്പോൾ നമ്മൾ ഇവിടെ ഷെയ്ഡ് ചെയ്തു, ഒറിജിനൽ ഷെയ്ഡ്. ഇനി ഈ ലൈൻ തന്നെ ഈ സെയിം ലൈൻ തന്നെ ഇങ്ങനെയാണ് വന്നതെങ്കിൽ സിമ്പൽ നോക്കണേ, ഇങ്ങനെയാണ് കിടക്കുന്നതെങ്കിൽ ഇത് ഫുള്ള് എന്താണ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ്. ഫുൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വന്നാൽ ഔട്ട്സൈഡ് ദ ലൈൻ ഷെയ്ഡ് ചെയ്യണം. ഓർമ്മ വേണം, ഫുൾ ലെസ് ദാൻ ആണെങ്കിൽ ഒറിജിൻ, ഫുൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ ഔട്ട്സൈഡ് ദ ലൈൻ എന്ന് പറഞ്ഞാൽ ലൈനുകളുടെ പുറം ഭാഗം. അപ്പൊ നമ്മൾ ഇതുപോലെ പടം വരച്ചിട്ടുണ്ട്. നേരത്തെ പടം ഞാൻ റഫായിട്ടൊക്കെ വരയ്ക്കണേ, കറക്റ്റായിട്ട് വരയ്ക്കുന്നത് റഫായിട്ട്. എന്നാൽ ഇങ്ങനെ മറിച്ച് നമുക്കത് കിട്ടിയാൽ ഏകദേശ ചിത്രമാണ്. അപ്പൊ ഇതിന്റെ നമ്മൾ ഷെയ്ഡ് ചെയ്യുന്നത് ഒരിക്കലും ഒറിജിന് തൊടരുത്. ഇതിനുണ്ടാകും ഗ്രേറ്റർ ദാൻ ഫുൾ ഗ്രേറ്റർ ദാൻ ഔട്ട്സൈഡ് എന്നാണ് ഇവിടെ മൊത്തം ഷെയ്ഡ് ചെയ്യും. അപ്പൊ നമുക്ക് കോർണർ പോയിന്റ് ക്യാപിറ്റൽ എ, ക്യാപിറ്റൽ ബി, ക്യാപിറ്റൽ സി, 3 കോർണർ പോയിന്റ്. അപ്പൊ ടെക്നിക്ക് മനസ്സിലായി കാണുമല്ലോ. ഫുൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വന്നാൽ ഒറിജിൻ ഷെയ്ഡ് ചെയ്യുന്നു, ഫുൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ ഔട്ട്സൈഡ് ലൈൻ ഷെയ്ഡ് ചെയ്യുന്നു. ഇനി മിക്സ്ഡ് ഈ ക്വസ്റ്റ്യൻ തന്നെ x + y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50 എന്നും 3x + y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 90 ആണ് കിടക്കുന്നതെങ്കിൽ ഇത് കണ്ടാൽ ഇത് മിക്സ്ഡ് എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യനിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉണ്ട്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഉണ്ട്. ഇത് രണ്ടും കൂടെ വന്നു കഴിഞ്ഞാൽ ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ കൂടെ വരികയാണെങ്കിൽ നമുക്ക് ഇച്ചിരി പണി എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, ഒറിജിൻ തൊടാൻ പറ്റത്തില്ല. അപ്പൊ ഫുൾ ലെസ് ദാൻ ആണെങ്കിൽ ഒറിജിൻ, ഫുൾ ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ ഔട്ട്സൈഡ് ദ ലൈൻ. ഇനി ഒരു ക്വസ്റ്റ്യനിൽ മിക്സ്ഡ് വന്നാൽ എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യനിൽ ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ കൂടെ കയറി വരികയാണെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വന്നാൽ ലെഫ്റ്റ് സൈഡും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വന്നാൽ റൈറ്റ് സൈഡും ആണ്. ഓർമ്മ വേണേ, ലെസ് ദാൻ വന്നാൽ ലെഫ്റ്റ്, ഗ്രേറ്റർ ദാൻ ആ വാക്കിനകത്തുണ്ട് ലെസ് ലെഫ്റ്റ് അത് മാത്രം ആലോചിച്ചാൽ ലെസ് ലെഫ്റ്റ്. ലെസ്സിന്റെ ഫസ്റ്റ് ലെറ്റർ ഇല്ല ലെഫ്റ്റ്. പടം വരച്ചു. നേരത്തെ പടം തന്നെ നമ്മൾ റഫായിട്ട് വരയ്ക്കുകയാണ്, കറക്റ്റ് ആയിട്ട് വരയ്ക്കുമല്ല, റഫായിട്ടാണ് വരയ്ക്കുന്നത് പടം. ഏകദേശം ഒരു ചിത്രമാണ്. ഇപ്പൊ ആദ്യത്തെ ലൈൻ നമ്മൾ എടുക്കുന്നത് 3x + y = 90. ഇത് കറക്റ്റ് ആയിട്ടൊരു ഫിഗർ ഒക്കെ വരയ്ക്കാം. അതേപോലെ നിങ്ങൾക്ക് ഒരു മിസ്റ്റേക്ക് വരും. നമുക്ക് പോയിന്റുകളൊക്കെ എടുത്ത് ചെയ്യാം. 10, 20, 30, 40, 50, 60, 70. 10, 20, 30, 40, 50, 60, 70, 80, 90. നോക്കിയിരിക്കണേ മക്കളെ, വളരെ ശ്രദ്ധിക്കണേ. 050 ഞാൻ പോയിന്റ് ഒക്കെ ഇവിടെ പ്രതി ലൈനിന്റെ പേര് എഴുതി x + y = 9. അതിവിടെ 090 ആയിരുന്നു, പിന്നെ 30 ആയിരുന്നു. നേരത്തെ അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പേര് എഴുതി 3x + y = 90. നോക്കിയിരിക്കുക.
മിക്സറിന്റെ കണക്കാണ്. ഒറിജിൻ ഷെയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. അതാ ഇവിടെ ഒന്നും തുടരുത്, ഷെയ്ഡ് ചെയ്യരുത്. മിക്സ്ഡ് വന്നാൽ ഒറിജിൻ തൊടാൻ പറ്റത്തില്ല, ഔട്ട്സൈഡ് ലൈൻ തൊടാൻ പറ്റത്തില്ല, ഈ രണ്ടിടത്തും ഷെയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇതിനകത്ത് ഏതോ ഒരു പോർഷനാണ്, അത് കണ്ടുപിടിക്കുന്നതിന്റെ ഹിന്റാണ് ഈ പറയാൻ പോകുന്നത്. ഇങ്ങനൊരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇതിന്റെ ലെഫ്റ്റ് സൈഡ് ആണ്, ഇതാണ് ലെഫ്റ്റ്, ഇതാണ് റൈറ്റ്. ഇതറിയാത്ത ആരും കാണത്തില്ല. ഈ ലൈൻ ഇങ്ങനെ ചരിച്ചു എന്നുവെച്ചാൽ നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ലൈൻ കണ്ടല്ല, ഇങ്ങനെയുള്ള ലൈൻ ഇങ്ങനെ ഒന്ന് ചരിച്ചു. ഇങ്ങനെ ഇരിക്കുന്ന സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ ചരിക്കുമ്പോൾ ലെഫ്റ്റ് താഴോട്ട് വരും, ഇത് റൈറ്റ്. ഇനി ഇതാണെങ്കിൽ ഇങ്ങനത്തെ ലൈനെ ഇങ്ങനെ ചരിച്ചു, അപ്പൊ ഇത് ലെഫ്റ്റും ഇത് റൈറ്റും. ഇതൊന്ന് പഠിച്ചെടുത്താൽ ഓക്കെ, ഓക്കെയാണ്. അതിനുശേഷം ലെഫ്റ്റ് ഇത് കണ്ട, ഇതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ലൈൻ, നമ്മുടെ ഈ 2 ലൈൻ ഇപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു ലൈൻ എടുക്കുക. ഇപ്പൊ x+y <50. അപ്പൊ ആ ലൈൻ നമ്മൾ നോക്കും. x+y എന്ന് പറയുന്ന ലൈൻ ഇതാണ്. ഈ ലൈനിന്റെ ലെസ് ദാൻ വന്നാൽ കണ്ട, ലെസ് ദാൻ വന്നാൽ ലെഫ്റ്റ് സൈഡ്. ഇങ്ങനെ കിടക്കുന്നതിന്റെ ലെഫ്റ്റ് എവിടെ, അത് മാത്രം ആലോചിച്ചാൽ മതി. ഇങ്ങനെ കിടക്കുന്നതിന്റെ ലെഫ്റ്റ് എവിടെ? ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ ഈ പൊസിഷനാണ് കണ്ടല്ലോ, ഈ പൊസിഷനാണ് ഈ ലൈൻ വന്നിരിക്കുന്നത്. ഈ പൊസിഷനിൽ വരുമ്പോൾ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ താഴെയാണ്. ഇവിടെയും ലെഫ്റ്റ് ഉണ്ട്, ഇവിടെയും ലെഫ്റ്റ് ഉണ്ട്. ഓക്കെ ആണ്, ലെഫ്റ്റ് കണ്ടല്ലോ. അപ്പൊ ഈ എല്ലാം എഴുതിയെടുത്ത് ഷെയ്ഡ് ചെയ്യാൻ ഒരിക്കലും പറ്റത്തില്ല, അവിടെ ഇൻറ്റു മാർക്ക് ഇട്ടേക്ക് പോവാം. അപ്പൊ പിന്നെ ഈ പോർഷൻ ഷെയ്ഡ് ചെയ്യും. കോർണർ പോയിന്റ് ക്യാപിറ്റൽ എ, ക്യാപിറ്റൽ ബി, ക്യാപിറ്റൽ സി. അപ്പൊ ലെസ് ദാൻ വന്നാൽ ലെഫ്റ്റ്, ഗ്രേറ്റർ ദാൻ വന്നാൽ റൈറ്റ്. ഇനി നമ്മള് ഇത് തന്നെ സിമ്പലുകൾ തിരിഞ്ഞു വന്നുകൊണ്ടിരിക്കട്ടെ. അപ്പൊ നമ്മളെ ലൈൻ വരച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഏകദേശം ഇങ്ങനെയാണ് നമ്മൾ ലൈൻ ഇരുന്നത്. ഇവിടെയാണ് നമ്മൾ ഇപ്പൊ ഷെയ്ഡ് ചെയ്തത്. അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് കൊണ്ടുവന്ന് ഇത് ഷെയ്ഡ് ചെയ്യും. വേണമെന്ന് ചെക്ക് ചെയ്യാം. കണ്ട, ഈ ലൈനായിരുന്നു നമ്മളുടെ x പ്ലസ് എന്ന് വരുന്നത്. ഈ ലൈനിന്റെ പേര് എന്ത് വരുന്നത്? x+y = 50 ആയിരുന്നു. ആ 50 ഉണ്ടാവും. ഇത് ഗ്രേറ്റർ ദാൻ, ലെഫ്റ്റ് അല്ല, ഇത് ഗ്രേറ്റർ ദാൻ വന്നാൽ ഏത് സൈഡാ? റൈറ്റ് സൈഡ് ആണോ? ഇതാണ് ഈ കിടക്കുന്നതിന്റെ റൈറ്റ് സൈഡ്. അത് ഇവിടെ മണ്ടയ്ക്കാണ്. അപ്പൊ ഇവിടെ നമ്മൾ R എഴുതും, ഇവിടെ ഷെയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല, അപ്പൊ ഈ ആറിനകത്താണ് ഷെയ്ഡ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ലീനിയർ പ്രോഗ്രാമിന്റെ പ്രോബ്ലം എന്ന് പറയുന്നത്. ലീനിയർ പ്രോഗ്രാമിന്റെ പ്രോബ്ലം എല്ലാവർക്കും കിട്ടുന്ന പ്രോബ്ലമാണ്. 6 12 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ട് കിട്ടും. അപ്പൊ ഒന്നുകൂടെ ആലോചിക്കണം. ഫുൾ ലെസ് ദാൻ വന്നാൽ ഒറിജിൻ, ഫുൾ ഗ്രേറ്റർ ദാൻ വന്നാൽ ഔട്ട്സൈഡ് ലൈൻ. പിന്നെ മിക്സറിന്റെ കണക്ക് എന്ന് പറയുമ്പോൾ ഒരു ലെസ് ദാനും ഒരു ഗ്രേറ്റർ ദാനും കൂടെ കയറി വരുന്ന മിക്സർ എന്ന് പറയുന്നത്. അതിൽ ലെസ് ദാൻ വന്നാൽ ലെഫ്റ്റ്. ലൈനിന്റെ പേര് എഴുതാൻ മറന്നു പോരുത്. ലൈനിന്റെ പേര് അന്നേരം തന്നെ കൊടുത്തേക്കണം. ഗ്രേറ്റർ ദാൻ വന്നാൽ റൈറ്റ്. സംഭവം. അപ്പൊ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് പറയുമ്പോൾ 6 12 മാർക്കിന്റെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ലൈൻ, ചുമ്മാതെ മാർക്ക് കിട്ടുന്ന സാധനം. കാർട്ടീഷ്യൻ ഫോമിലുള്ള ക്വസ്റ്റ്യൻ മാത്രം തന്നെ പഠിക്കും. അതുപോലെ 3Dക്ക് വെയിറ്റ് ചെയ്ത് താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ലൈൻ, ഞാനിപ്പോ ഇത് കാർട്ടീഷ്യൻ ഫോമിലാണ് ചെയ്യുന്നത്. ഇതാണ് അതിന്റെ എക്സാമ്പിൾ കാണിച്ചത്. x-2 / 3 = y+1 / 4 = z-1 / 5 and x+1 / -2 = y - 1 / 3 = z+5 / 2 ആണ്. Find SD, shortest distance between two lines. അപ്പൊ ക്വസ്റ്റ്യൻ കിട്ടി. ഈ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ ഏത് ഫോമിലാണ് കിടക്കുന്നത്, കാർട്ടീഷ്യൻ ഫോം ആണോ വെക്റ്റർ ഫോം ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതിനുശേഷം മാത്രമേ പ്രോബ്ലം ചെയ്യാവൂ. ഇതിപ്പോൾ ഏത് ഫോം ആണെന്ന് നിങ്ങൾക്ക് അറിയാം. നിങ്ങളുടെ ക്വസ്റ്റ്യൻ കിടക്കുന്നത് കാർട്ടീഷ്യൻ ഫോമിലാണ്. കാർട്ടീഷ്യൻ ഫോമിലാണ് ക്വസ്റ്റ്യൻ കിടക്കുന്നതെങ്കിൽ, ശ്രദ്ധിച്ചോളെ, കാർട്ടീഷ്യൻ ഫോമിലാണ് ക്വസ്റ്റ്യൻ കിടക്കുന്നതെങ്കിൽ നമുക്ക് എളുപ്പം ഉത്തരം കണ്ടുപിടിക്കാം. നമ്മുടെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻ ഞാൻ എഴുതി വെക്കാം. ഞാൻ ചെയ്യുന്നത് കാർട്ടീഷ്യൻ ഫോമിലാണ്. x2 - x1 y2 - y1 z2 - z1 a1 b1 c1 a2 b2 c2 ഡിവൈഡഡ് ബൈ, നോക്കണേ, നിങ്ങൾ ഒരൊറ്റ സാധനം മാത്രം ഉപയോഗിച്ചാൽ ആ ഫസ്റ്റ് റോയിലെ സാധനം ഒന്ന് പഠിക്കുക. x2 - x1 y2 - y1 z2 - z1, പിന്നെ ഒരുപാട് ഇല്ല, a1 b1 c1 a2 b2 c2 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ഒരു ഡിറ്റർമിന്റെ സമ്മേഷൻ എന്ന് പറയുന്ന സംഭവം. അതുകൊണ്ട് എടുക്കണം. അതാണ് ഇങ്ങോട്ട് മുറിക്കുക,
a1 b2 minus a2 b1 the whole square plus ഇനി ഇങ്ങോട്ട് വിളിക്കുക b1 c2 minus b2 c1 the whole square plus ഇനി ഫസ്റ്റും ലാസ്റ്റും a1 c2 minus a2 c1 the whole square. ഞാനിപ്പോഴും പറയാം, നിങ്ങൾക്ക് വെക്ടർ ഫോമിൽ ചെയ്യാൻ അറിയാമെങ്കിൽ വെക്ടർ ഫോമിൽ ചെയ്താൽ മതി. കാർട്ടീഷ്യൻ ഫോമിൽ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇതാണ് നമുക്ക് ഇച്ചിരി എളുപ്പം ഉത്തരം കിട്ടുന്നതിന് വേണ്ടിയാണ്. അപ്പൊ ഒന്നുകൂടെ പറയാം, കാർട്ടീഷ്യൻ ഫോം കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. കാർട്ടീഷ്യൻ ഫോം കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത് എക്സിന്റെയും വൈയുടെയും ഇസഡിന്റെയും മുന്നിൽ നമ്പറുകളൊന്നും കാണില്ലേ, ഒരു നമ്പർ പോലും ഇല്ല, പക്ക പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന സാധനം. അപ്പം ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന ഫസ്റ്റ് റോ മാർക്കല്ലേ, x2 മൈനസ് x1 y2 മൈനസ് y1 z2 മൈനസ് z1. അതാണ് ഫസ്റ്റ് റോ. പിന്നെ ഒരുപാടില്ല മക്കളെ, a1 b1 c1 a2 b2 c2. ഇതിനെ വിളിക്കുന്ന പേരാണ് ഡയറക്ഷൻ റേഷ്യോസ്. ഓർമ്മ വേണേ, ഡയറക്ഷൻ റേഷ്യോസ് ഇതാണ്. ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് a1 a2. ആ ക്രോസ് ഗുണനം മറന്നു പോലെ. അതിനുശേഷം ഞാനിപ്പോ ഇക്വേഷൻ ഒക്കെ എഴുതി. ഇക്വേഷൻ എഴുതി നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം ഞാൻ കൊടുക്കുന്നത് കണ്ടോ, നമ്മളൊരു മലയാളം ഓടിക്കും. സി എഫിൽ നിന്നും x1 y1 z1 ആൻഡ് x2 y2 z2 എഴുതുമ്പോൾ ഓപ്പോസിറ്റ് സൈൻ ആക്കണം. അത് ഓർമ്മ വേണം. ഇതിപ്പോ ഏത് ഫോമാ? സി എഫ് എന്ന് പറഞ്ഞാൽ കാർട്ടീഷ്യൻ ഫോമിൽ നിന്നും പോയിന്റ് എന്ന് പറഞ്ഞാൽ മുകളിലുള്ള നമ്പറാണ്. ആ മുകളിലുള്ള നമ്പർ എടുത്തെഴുതുമ്പോൾ അതാണ് x1 y1 z1 x2 y2 z2. അത് എടുത്തെഴുതുമ്പോൾ ഓപ്പോസിറ്റ് ചിഹ്നമാക്കണം. അപ്പൊ x1 y1 z1 എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് ലൈനിന്റെ, അതാണ് നമ്മുടെ ഫസ്റ്റ് ലൈൻ. ഫസ്റ്റ് ലൈനിന്റെ ഏറ്റവും മുകളിലുള്ള നമ്പറുകൾ ഓപ്പോസിറ്റ് ആക്കി പറയണം. 2 മൈനസ് 1 1. ഇനി a1 b1 c1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ലൈനിൽ താഴെയുള്ള നമ്പറുകൾ 3 4 5. അത് കഴിഞ്ഞ് ഇനി x2 y2 z2 എഴുതുമ്പോൾ സെക്കൻഡ് ലൈനിന്റെ മുകളിലുള്ള നമ്പറുകൾ മൈനസ് ഓപ്പോസിറ്റ് മൈനസ് 1 1 മൈനസ് 5. ഇനി a2 b2 c2 മൈനസ് 2 3 2. അപ്പൊ വിലകളെല്ലാം പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിനു ശേഷം ഈ ക്വസ്റ്റ്യൻ എടുത്ത് ഇത് നേരെ എടുത്ത് നമ്മൾ എവിടെ കൊണ്ടുവന്ന് കൊടുക്കുന്നു? നമ്മുടെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിന്റെ കാർട്ടീഷ്യൻ ഫോമിൽ കൊണ്ട് കൊടുക്കുന്നു. ഉത്തരം കംപ്ലീറ്റ്. അത് ഞാൻ കൊടുത്തിരുന്നില്ല, നിങ്ങൾക്ക് ചെയ്യാൻ അറിയാലോ. അപ്പൊ ഒരു കാര്യം ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാം, അത് നോട്ട് ചെയ്തേക്കണം. മലയാളം സി എഫിൽ നിന്നും x1 y1 z1 x2 y2 എഴുതുമ്പോൾ ഓപ്പോസിറ്റ് ചിഹ്നമാക്കണം. നിങ്ങൾ ഓപ്പോസിറ്റ് ചിഹ്നമാക്കിയില്ലേ നിങ്ങൾ മാർക്ക് പോയി. ഓപ്പോസിറ്റ് ചിഹ്നമാക്കിയേ പറ്റും, നിർബന്ധമാണ്, ഭയങ്കര നിർബന്ധമാണ്. പിന്നെ a1 b1 c1 a2 b2 c2 തൊടാൻ പറ്റത്തില്ല. ഇനിയിപ്പോ വെക്ടർ ഫോമിൽ ക്വസ്റ്റ്യൻ എന്ത് സിമ്പിൾ. ഇപ്പൊ വെക്ടർ ആർ ഈക്വൽ ടു ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് 2i minus 3j plus 4k plus lambda into I minus 4j plus k എന്നും ഇതൊരു വെക്ടർ ഫോം. ആൻഡ് വെക്ടർ ആർ ഇസ് ഈക്വൽ ടു 2i minus 5j plus k plus mu into I minus 2j plus 3k ആണെന്നിരിക്കട്ടെ. ഇതിപ്പോ രണ്ട് ലൈനാണ്. ഇതിപ്പോ ക്വസ്റ്റ്യൻ കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി ഇത് ഏത് ഫോമാണ്? വെക്ടർ ഫോം. ഒരു വെക്ടർ പ്ലസ് ലാംഡ ഇൻറ്റു വേറൊരു വെക്ടർ, വീണ്ടും വേറൊരു വെക്ടർ പ്ലസ് ലാംഡ ഇൻറ്റു വേറൊരു വെക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പക്കാ വെക്ടർ ഫോമാണ്. ഈ വെക്ടർ ഫോമിൽ വരുമ്പോൾ നമ്മള് നിങ്ങൾക്ക് കാർട്ടീഷ്യൻ ഇക്വേഷൻ അറിയത്തുള്ളൂ. വെക്ടർ ചെയ്താൽ ഗുണമാണ്. അതിന്റെ ഡോട്ട് പഠിക്കാം, ക്രോസ് പഠിക്കാം, കുറയ്ക്കുന്ന പഠിക്കാം, ഡിറ്റർമിനന്റ് എല്ലാം പഠിക്കാം, മാഗ്നിറ്റ്യൂഡ് ഒക്കെ പഠിക്കാം. ഇതാകുമ്പോൾ ഡിറ്റർമിനന്റ് മാത്രം വെച്ചോണ്ട് നമുക്ക് കണ്ടുപിടിക്കാതെ. അപ്പൊ നമ്മൾ കാർട്ടീഷ്യൻ ഫോമിൽ നിന്നും ചെയ്തു കഴിഞ്ഞു. ഇപ്പൊ ക്വസ്റ്റ്യൻ വെക്ടർ ഫോമിൽ അവർ ചോദിച്ചു. അപ്പൊ നമ്മൾ കാർട്ടീഷ്യൻ ഫോമിലോട്ട് മാറ്റണ്ട. എന്തിനാ ചുമ്മാ സമയം കളയുന്നത്? മാറ്റിയേ വേണ്ട. അതാണ്ട് ആദ്യം കിടക്കുന്ന നമ്പറുകൾ x1 y1 z1 ഒരു ചിഹ്നവും മാറ്റരുത്, ചുമ്മാ തിരികേക്ക് പോവാം. ഇനി a1 b1 c1 ലാംഡ കഴിഞ്ഞ് കിടക്കുന്ന നമ്പറുകൾ 1 മൈനസ് 4 1. ഇനി x2 y2 z2 എന്ന് പറഞ്ഞാൽ 2 മൈനസ് 5 1. ഇനി a2 b2 c2 എന്ന് പറഞ്ഞാൽ അറിയാലോ 1 മൈനസ് 2 3. വിലകളെല്ലാം കിട്ടും. അപ്പൊ ഒന്നുകൂടെ നോട്ട് ചെയ്തേക്കണം. കാർട്ടീഷ്യൻ ഫോമിൽ നിന്നും പോയിന്റ് എന്ന് പറഞ്ഞാൽ x1 y1 z1 x2 y2 z2 എടുത്തെഴുതുമ്പോൾ ചിഹ്നം മാറ്റണം. ഇത് കാർട്ടീഷ്യൻ ഫോമിന്റെ മുകളിലാണ് കിടക്കുന്നത്. വെക്ടർ ഫോമിൽ നിന്ന് ഒരു ചിഹ്നം പോലും തൊടാൻ പറ്റത്തില്ല. ആദ്യം കിടക്കുന്ന നമ്പറുകൾ x1 y1 z1, ലാംഡ കഴിഞ്ഞ് കിടക്കുന്നത് a1 b1 c1,
അടുത്ത വെക്ടറിൽ ആദ്യം കിടക്കുന്ന നമ്പറുകൾ x2 y2 z2 mu കഴിഞ്ഞ് കിടക്കുന്നത് a2 b2 c2 സംഭവം. ഇനി ഒരു കാര്യം പഠിച്ചോളാം മക്കളെ, ചിലപ്പോൾ പരീക്ഷയ്ക്ക് പ്രശ്നം സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. 2 പോയിന്റ് നിങ്ങൾക്ക് തരുമ്പോൾ എങ്ങനെയാണ് ലൈനിന്റെ ഇക്വേഷൻ എഴുതുന്നത് പഠിക്കണം. ഇക്വേഷൻ ഓഫ് ലൈൻ പാസിംഗ് ത്രൂ 2 പോയിന്റ്, 2 പോയിന്റ് തരുമ്പോൾ ഇക്വേഷൻ എഴുതുക. അതിന് എക്സാമ്പിൾ ആണ് x1 y1 z1 x2 y2 z2 ഇങ്ങനെ തന്നിട്ട് ഇക്വേഷൻ ഓഫ് ലൈൻ ഈസ്, ഇക്വേഷൻ ഓഫ് ലൈൻ എന്ന് പറഞ്ഞാൽ x minus x1 divided by x2 minus x1 is equal to y minus y1 divided by y2 minus y1 is equal to z minus z1 by z2 minus z1. ഓർമ്മ വേണേ, 2 പോയിന്റ് വരുമ്പോൾ ലൈനിന്റെ ഇക്വേഷൻ എഴുതുന്ന സംഭവം ഇതാണ്. ചിലപ്പോൾ പരീക്ഷയ്ക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ലൈൻ പാസിംഗ് ത്രൂ ദ പോയിന്റ്. അത് നിങ്ങൾ എഴുതിക്കണം. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ലൈൻ പാസിംഗ് ത്രൂ ദ പോയിന്റ് 2 minus 1 3 and 7 6 minus 4. ഒന്നാമത്തെ പാർട്ട് ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ലൈൻ പാസിംഗ് ത്രൂ ദ പോയിന്റ് 2 minus 1 3 and 7 6 minus 4 എന്ന ഒന്നാമത്തെ പാർട്ട്. രണ്ടാമത്തെ പാർട്ട് ഫൈൻഡ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ എബോവ് ലൈൻ. ഫൈൻഡ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ എബോവ് ലൈൻ ആൻഡ് ദ ലൈൻ. വീണ്ടും വേറെ ലൈൻ കൂടെ നമുക്ക് തരും. x minus 1 divided by 5 is equal to y plus 1 divided by 7 is equal to z minus 3 divided by 2 എന്ന് പറഞ്ഞ വേറൊരു ലൈൻ തന്നു. അപ്പൊ നമുക്ക് 2 ലൈൻ വേണം. നമുക്കിവിടെ 2 ലൈൻ വേണം. ഒരു ലൈൻ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്, ഇനി ഒരു ലൈൻ ഇല്ല. ആ ലൈൻ നമ്മൾ ഈ 2 പോയിന്റ് വെച്ചുകൊണ്ട് സോൾവ് ചെയ്യണം. അപ്പൊ ഇതറിയാലോ, x1 y1 z1 x2 y2 z2. ഇക്വേഷൻ ഞാൻ ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. x minus x1 2 divided by x2 minus x1 തെറ്റല്ലേ, 7 minus 2 is equal to y minus y1 divided by 6 minus minus 1 is equal to z minus 3 divided by minus 4 minus 3, that is x minus 2 divided by 5 is equal to y plus 1 divided by 7 is equal to z minus 3 divided by minus 7. ഇത് വേറെ ലൈനുമായി ഇത് വേറെ ലൈനുമായി. അപ്പൊ എത്ര ലൈനായി? 2 ലൈനായി. x ലൈൻ അറിയാവേ, ഫസ്റ്റ് ലൈനിന്റെ മുകളിലുള്ള ഓപ്പോസിറ്റ് ചിഹ്നം അതാണ്. സെക്കൻഡ് ലൈനിന്റെ x2 y2 z2. ഇത് a1 b1 c1 a2 b2 c2. ഇത് x1 എഴുതുമ്പോൾ ഓപ്പോസിറ്റ് 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 റൗണ്ട്, ഈ റൗണ്ട് ചെയ്തേക്കുന്ന ഓപ്പോസിറ്റ് 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 x2 y2 z2. അതെ. പിന്നെ നോക്കേണ്ടത് ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻ ജസ്റ്റ് ഒന്ന് നോക്കുക. തീറ്റ ഇസ് ഈക്വൽ ടു അറിയാലോ, cos ഇൻവേഴ്സ് a1 a2 plus b1 b2 plus c1 c2 divided by root of a1 square plus b1 square plus c1 square into root of a2 square plus b2 square plus c2 square. അപ്പൊ ആംഗിളിന്റെ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യിക്കുന്നില്ല, നിങ്ങൾ പഠിക്കും. പിന്നെ ഇതിനകത്തുണ്ട് പാരലൽ ലൈൻ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. പാരലൽ ലൈൻ ജസ്റ്റ് നിങ്ങൾ നോക്കിയേക്കാം. പാരലൽ ലൈനിന്റെ ഡിസ്റ്റൻസ് എങ്ങനെയാ കണ്ടുപിടിക്കുന്നത് അത് ഞാൻ പറഞ്ഞുതരാം. Vector r equal to a1 plus lambda b and vector r is equal to a2 plus mu b. ജസ്റ്റ് നോക്കിയാൽ ഇങ്ങനെ 2 ലൈൻ തന്നിട്ട് ഫൈൻഡ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് ചോദിക്കുവാണെങ്കിൽ ഈ ലാംഡ കഴിഞ്ഞ് കിടക്കുന്ന വെക്ടറും മ്യൂ കഴിഞ്ഞ് കിടക്കുന്ന വെക്ടറും തുല്യമാണോ എങ്കിൽ, ഒന്നുകൂടെ പറയാം, ലാംഡ ആൻഡ് മ്യൂ കഴിഞ്ഞിട്ടുള്ള വെക്ടറുകൾ തുല്യമാണോ എങ്കിൽ അത് പാരലൽ, അത് പക്ക പാരലൽ ലൈൻ. അതിന്റെ ഇക്വേഷൻ ഇത്രയേ ഉള്ളൂ. a2 minus a1 cross b divided by magnitude of b. ഇത് ഡിറ്റർമിനന്റ്. അപ്പൊ ഇത് പാരലൽ ലൈനിന്റെ ഡിസ്റ്റൻസ് ആണ്. മറ്റേത് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ലൈൻ, അത് സ്ക്യൂ ലൈൻ. ഇത് പാരലൽ ലൈൻ. പാരലൽ ലൈൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു. ലാംഡയും മ്യൂവും കഴിഞ്ഞു കിടക്കുന്ന വെക്ടറുകൾ തുല്യമായാൽ അത് ഉറപ്പായിട്ട് പാരലൽ ലൈനാണ്. പിന്നെ തുല്യമാകുന്നതിന് പകരം അതിന്റെ ആ ഒരു വെക്ടറിന്റെ കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് വന്നാലും പാരലൽ ലൈൻ. അതൊന്നും പഠിക്കണ്ടത്. ആദ്യത്തെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് നല്ല പഠിക്കുക. ഇതിന്റെ ക്വസ്റ്റ്യൻ എങ്ങനെ വരാൻ സാധ്യത വളരെ കുറവാണ്. അപ്പൊ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് വൃത്തിയായിട്ട് പഠിക്കുക. അപ്പൊ അതിന് നിങ്ങൾക്ക് മാർക്ക് ഏകദേശം 16 അടുത്ത് കഴിയും. ഇനി നമുക്ക് അതിനകത്ത് പ്രിൻസിപ്പിൾ വാല്യൂ. ചുമ്മാതെ സമയങ്ങളിൽ നമുക്ക് സമയം പോലും ലാഭിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പ്രിൻസിപ്പിൾ വാല്യൂ. പാഠത്തിന്റെ മാർക്ക് വെയിറ്റ് ചെയ്യുന്നത് നിങ്ങൾ പരീക്ഷാകാലം ചെല്ലുമ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഡിറ്റർമിനന്റ് എക്സസൈസിന്റെ വില കണ്ടുപിടിക്കുന്ന കണക്ക് കാൽക്കുലേറ്റർ അടിക്കാൻ പറ്റും. അതിന്റെ ആൻസർ കണ്ടുപിടിച്ച് സൈഡിലാക്കി. അതേപോലെ എന്താണ്, നിങ്ങൾ എന്തായാലും ഈ കോളം വായിച്ചു പോവാം. സൈൻ, കോസ്, ടാൻ,
0, π/6, π/4, π/3, π/2. ഇത് നമുക്ക് കാൽക്കുലേറ്റർ അടിച്ച് വേണമെങ്കിൽ സോൾവ് ചെയ്യാം കേട്ടോ. വേണമെങ്കിൽ കാൽക്കുലേറ്ററിൽ അടിച്ച് സോൾവ് ചെയ്യാവുന്ന ഒരു സാധനമാണ്. 0, 1/2, 1/√2, √3/2, 1, 1, √3/2, 1/√2, 1/2, 0, 0, 1/√3, 1, √3, ഇൻഫിനിറ്റി. മക്കളെ ഈ ഒരു 3 ഇക്വേഷൻ പഠിച്ചേക്കണേ, മറക്കല്ലേ നിങ്ങൾ. സൈൻ ഇൻവേഴ്സ് മൈനസ് എക്സ്, സൈൻ ഇൻവേഴ്സ് കൊസീക് ഇൻവേഴ്സ് ടാൻ ഇൻവേഴ്സ്. സൈൻ ഇൻവേഴ്സ് കൊസീക് ഇൻവേഴ്സ് ടാൻ ഇൻവേഴ്സിന്റെ ബ്രാക്കറ്റിനകത്ത് നെഗറ്റീവ് ചിഹ്നം ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണേ, ഫംഗ്ഷൻ നോക്കണേ. സൈന് കൊസീക് ടാനിന്റെ ബ്രാക്കറ്റിനകത്ത് നെഗറ്റീവ് ചിഹ്നം ഉണ്ടോ എങ്കിൽ ആ മൈനസിനെ എടുത്ത് മുന്നിലോട്ട് എഴുതി വെക്കുക. വേറെ ഒന്നും ചെയ്യും, ആ മൈനസിനെ എടുത്ത് മുന്നിലോട്ട് എഴുതി ഒന്ന് വെക്കാതെ അറിയാം, അങ്ങ് എഴുതിയിട്ട് ആ ഫംഗ്ഷൻ എഴുതുക. ഇനി കോസ് ഇൻവേഴ്സ് മൈനസ് എക്സ്, സീക്ക് ഇൻവേഴ്സ് മൈനസ് എക്സ്, കോട്ട് ഇൻവേഴ്സ് മൈനസ് എക്സ് ഇങ്ങനെ വരികയാണെങ്കിൽ പൈ മൈനസ് ആ ഫംഗ്ഷൻ. ഓർമ്മ വേണേ, കോസിന്റെയും സീക്കിന്റെയും കോട്ടിന്റെയും ആൻസർ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഓർമ്മ എപ്പോഴും വേണ്ട സാധനമാ. കോസും സീക്കും കോട്ടും ഉണ്ടോ ഒരു കാരണവശാൽ നെഗറ്റീവ് ചിഹ്നം ഒരു അടുത്ത് പോലും കാണിക്കാൻ പറ്റത്തില്ല. എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം, പക്ക പോസിറ്റീവ് ആയിരിക്കണം. അപ്പൊ അതിന്റെ എക്സാമ്പിൾ കാണിച്ചാൽ സൈൻ ഇൻവേഴ്സ് 1/2. ക്വസ്റ്റ്യൻ കിട്ടി, ഒന്നും നോക്കണ്ട, നേരെ ബോക്സിനകത്തോട്ട് പോകണം. ബ്രാക്കറ്റിനകത്ത് പോസിറ്റീവ് നമ്പർ ആണ്, പക്ക പോസിറ്റീവ്. നേരെ ബോക്സ്, നമ്മുടെ ബോക്സ് മൊത്തം പോസിറ്റീവാണ്. ഈ ബോക്സിനകത്തോട്ട് പോയി നോക്കി ഉത്തരം പറഞ്ഞാൽ മതി. സൈനിന്റെ ഇതുവരെ 1/2 വരുന്നത് π/6. ഇനി സൈൻ ഇൻവേഴ്സ് -1/2 ആണെന്നിരിക്കട്ടെ. അപ്പൊ നമ്മൾ നോക്കും, -1/2 ഈ ബോക്സിൽ ഇല്ല. ഫംഗ്ഷൻ സൈൻ ഇൻവേഴ്സ് ആണ്. സൈൻ ഇൻവേഴ്സിന്റെ ബ്രാക്കറ്റിൽ മൈനസ് വന്നാൽ മൈനസിനെ എടുത്ത് പുറത്തോട്ട് ഇടുക. മൈനസിനെ എടുത്ത് പുറത്തോട്ട് ഇട്ടു, ബാക്കി സൈൻ ഇൻവേഴ്സ് 1/2. ഉത്തരം -π/6. അപ്പൊ സൈനും കൊസീക്കിന്റെയും ടാനിന്റെയും ബ്രാക്കറ്റിൽ മൈനസ് വന്നാൽ മൈനസിനെ എടുത്ത് പുറത്തോട്ട് ഇടുക. ഇനി കോസ് ഇൻവേഴ്സ് 1/2 എല്ലാവർക്കും അറിയാം. കോസ് ഇൻവേഴ്സ് 1/2, കോസിന്റെ പോസിറ്റീവ് വാല്യൂ π/3. ഇത് നോക്കേണ്ടത് കോസ് ഇൻവേഴ്സ് -1/2. പിന്നെ ഇത് നമ്മൾ കാൽക്കുലേറ്റർ അടിച്ച ഉത്തരം കാണിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഇത് ചില കുഴപ്പമില്ല, 1 മാർക്ക് ക്വസ്റ്റ്യൻ എഴുതി വെക്കണ്ടായിരുന്നു. കോസ് ഇൻവേഴ്സ് -1/2 എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കും, ക്വസ്റ്റ്യൻ കോസ് ആണ്, ബ്രാക്കറ്റിൽ നെഗറ്റീവ് ആണ്, ബോക്സിനകത്തില്ല. അപ്പൊ നമ്മൾ നോക്കും, കോസിന്റെ ഉത്തരം എപ്പോഴും പോസിറ്റീവ് ആവുള്ളൂ, നെഗറ്റീവ് മുന്നിലോട്ട് എടുത്ത് എഴുതാനും പറ്റത്തില്ല. അപ്പൊ ഉണ്ടാവും പൈ മൈനസ് ആ ഫംഗ്ഷൻ. പൈ മൈനസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ കോസ് ഇൻവേഴ്സ് 1/2. മൈനസ് പോയി, പൈ മൈനസ് കോസിന്റെ വാല്യൂ 1/2 വരുന്ന π/3, ക്രോസ് വിളിച്ചാൽ ഉത്തരം 2π/3. കോസ് ഇൻവേഴ്സ് -1/2 പ്രത്യേകം നോട്ട് ചെയ്ത് പഠിച്ചോളെ, നല്ല ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻ ആണ്. കോസ് ഇൻവേഴ്സ് -1/2 നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അതിനുശേഷം പിന്നെ പ്രിൻസിപ്പൽ വാല്യൂനകത്ത് പഠിക്കുന്നതെന്ന് പറയുമ്പോൾ കോഡറിൽ നോക്കി കണക്ക് ചെയ്യുന്നത്. അതിന് ടെക്നിക്ക് പറഞ്ഞിട്ടുണ്ട്, ടെക്നിക്ക് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇത് മാത്രം ഒന്ന് പഠിച്ചാൽ, ഞാനിപ്പോ ഇത് മാത്രമേ പഠിക്കുന്നു. എനിക്കിപ്പോ മൊത്തം വലിയ കൂടി എഴുതാൻ പഠിപ്പിക്കുന്നത്. ഞാൻ ഷോർട്ട് കട്ടേ പറയുന്നത്, ഒറിജിനൽ മെത്തേഡ് അല്ല പറഞ്ഞ ഷോർട്ട് കട്ട്. ഇത് ഏത് കോഡറിനാന്ന് നമുക്കറിയാം. സെക്കൻഡ് കോഡറിൽ സൈൻ എക്സും കൊസീക് എക്സും പോസിറ്റീവ് ആണ്. ഇതിനകത്തൊരു പ്രത്യേകതയുണ്ട്, സ്മാൾ ഡിവൈഡർ ബൈ ലാർജ്. ഇത് തേർഡ് ക്വാഡ്രന്റ്. ടാനും കോട്ടും മാത്രം പോസിറ്റീവ്. കുറെ പ്രോബ്ലം ഇങ്ങനെ ചെയ്യാൻ പറ്റുകൊണ്ടാ. ഇതിന്റെ പ്രത്യേകത ലാർജ് ഡിവൈഡർ ബൈ സ്മാൾ. നിങ്ങളുടെ സ്മാള് ബൈ ലാർജ് എന്നൊക്കെ എഴുതിയെന്തോ അറിയോ, ഈ സംഖ്യകൾ നമ്പറുകൾ ഡിഫറൻസ് 1 വന്നിട്ട്, അതാണ് മെയിൻ. നമ്പർ ഡിഫറൻസ് 1 ആയിരിക്കണം. എക്സാമ്പിൾ 2π/3, 2, 3. മുകളിൽ ചെറിയ നമ്പർ, താഴെ വലിയ നമ്പർ. കണ്ട, സ്മാള് ഡിവൈഡർ ബൈ ലാർജ് ഏത് കോഡല്ല? സെക്കൻഡ് കോഡർ. 2π/3 എപ്പോഴും കിടക്കുന്ന സെക്കൻഡ് കോഡർ. 2π/3 സെക്കൻഡ് കോഡറിലാണ് കിടക്കുന്നത്. ഷോർട്ട് കട്ട് ആണ് പറയുന്നത്, ഒറിജിനല്ല. 2π/3 സെക്കൻഡ് കോഡറിൽ. 4π/3 മുകളിൽ വലുത്, താഴെ ചെറുത്, ഡിഫറൻസ് 1, ഡിഫറൻസ് 1, ഡിഫറൻസ് 1, മെയിൻ ഡിഫറൻസ് 1. അങ്ങനെ വന്നാൽ പിന്നെ നോക്കണ്ട. ലാർജ് ബൈ സ്മാൾ തേർഡ് കോഡറിൽ. 7π/6 നിങ്ങൾക്ക് തന്നെ പറയാം, വലുത് മുകളിൽ, ചെറുത് താഴെ, വലുത് ചെറുത്, തേർഡ്. ഇത് ഓർമ്മ.
ഇനി നമ്മളിതിന്റെ പ്രോബ്ലം ചെയ്യാൻ പോകും. അപ്പൊ ഇത് നമ്പർ ഡിഫറൻസ് കൊണ്ട് വരുന്ന ഏതൊരു പ്രോബ്ലം വന്നാലും എളുപ്പം ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ഷോർട്ട് കട്ടാണ്, ഒറിജിനൽ അല്ല. സൈൻ ഇൻവേഴ്സ് സൈൻ 2π/3 ക്വസ്റ്റ്യൻ കിട്ടി. നിങ്ങളൊന്നും നോക്കേണ്ട കാര്യമില്ല. ഒറിജിനൽ മെത്തേഡിൽ റേഞ്ച് നോക്കി റേഞ്ചിനകത്താണോ എന്നൊക്കെ നോക്കണം. അതിന്റെ ഈ മോളിൽ കിടക്കുന്ന 2π/3 2 അങ്ങ് വായിച്ചു കളയുക. മോളത്തെ നമ്പർ അങ്ങ് വായിച്ചു കളയുക. ബാക്കി ഉത്തരം π/3 എഴുതി കഴിഞ്ഞ് ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഷോർട്ട് കട്ടാണ്. 2π/3 മോളത്തെ നമ്പർ വായിച്ചാണ് ഉത്തരം എഴുതി. 2π/3 മോളിൽ ചെറിയ നമ്പർ, താഴെ വലിയ നമ്പർ. ഇത് സെക്കൻഡ് ക്വാഡ്രന്റിലാണ് ക്വസ്റ്റ്യൻ കിടക്കുന്നത്. സെക്കൻഡ് ക്വാഡ്രന്റിൽ നമ്മുടെ ക്വസ്റ്റ്യൻ സൈൻ ആണ്. സൈൻ പോസിറ്റീവ് ആണ്. അപ്പോൾ ഉത്തരം പോസിറ്റീവ് ആണ്. ഉത്തരം പോസിറ്റീവ് എഴുതണ്ട, കിട്ടിയ ഉത്തരം തന്നെ. സൈൻ ഇൻവേഴ്സ് സൈൻ 4π/3 നേരത്തെ തൊട്ട് ഡിഫറൻസ് 1. ഡിഫറൻസ് 1 വന്നാൽ നിങ്ങൾ ഒന്നും ചെയ്യേണ്ടേ, വായിച്ചു കളഞ്ഞ് എഴുതിയ വെച്ചേക്കുക. മോളത്തെ നമ്പറിന്റെ അടുത്ത് ഈ കളയുക, ബാക്കി π/3. ഇനി നമ്മൾ നോക്കൂ കോട്ടന്റിനകത്താണ് കളി മൊത്തം കോട്ടന്റിനകത്ത് 4π/3 കിടക്കുന്നത് ഏത് ക്വാഡ്രന്റില? തേർഡ് ക്വാഡ്രന്റില. തേർഡ് ക്വാഡ്രന്റിൽ സൈനും നെഗറ്റീവാണ്. മുന്നിലൊരു മൈനസ് ഇട്ട് കൊടുത്ത് കണ്ട. പക്ഷെ നമുക്ക് ഉത്തരം ശരിയാണോ തെറ്റാണോ നോക്കാം. തേർഡ് ക്വാഡ്രന്റിൽ സൈൻ നെഗറ്റീവാണ്. നെഗറ്റീവ് ചിഹ്നം ഇട്ട് കൊടുത്തു. -π/3 കിട്ടി. -π/3 സൈൻ ഇൻവേഴ്സിന്റെ റേഞ്ചിനകത്താണ്. ഇതൊന്നും റേഞ്ച് നോക്കി പഠിപ്പിക്കുമല്ല ഞാൻ. വേറെ കോസ് ഇൻവേഴ്സ് നിങ്ങളുടെ പരീക്ഷയ്ക്ക് ചോദിച്ച, ഇപ്പോൾ മോഡലിന് ചോദിച്ച ക്വസ്റ്റ്യൻ മായ്ച്ചു കളയുന്നു. ഏത് സാധനം മായ്ച്ചു കളയുന്നു? 7 മായ്ച്ചു കളയുന്നു. π/6 എഴുതുന്നു. 7π/6 കിടക്കുന്നത് തേർഡിലാണ്. മുന്നിൽ മൈനസ് എഴുതി വെച്ചു. പക്ഷെ ക്വസ്റ്റ്യൻ കോസാണ്. കോസ് ഇൻവേഴ്സിന്റെ ഉത്തരത്തിൽ നെഗറ്റീവ് വരാൻ പറ്റത്തില്ല. മുന്നിൽ മൈനസ് എഴുതി കഴിഞ്ഞു. അപ്പൊ നമ്മൾ കോസ് ഇൻവേഴ്സിന്റെ ബ്രാക്കറ്റിൽ മൈനസ് വന്നാൽ നിങ്ങൾക്കറിയാം എവിടെ തുടങ്ങണം. π- തുടങ്ങണം. π-π/6 കോസ് വിളിച്ചാൽ 5π/6. ഉത്തരം പോസിറ്റീവ് ആണ്. വേറെ കോസ് ഇൻവേഴ്സ് കോസ് 4π/3 ക്വസ്റ്റ്യൻ കിട്ടി. ആദ്യം നമ്മൾ π/3 എഴുതി വെച്ചു. 4π/3 കിടക്കുന്ന എവിടാണ്? 4 വലിയ നമ്പർ മുകളിൽ, 3 ചെറിയ നമ്പർ താഴെ. വലിയ നമ്പർ മുകളിൽ കിടക്കുന്നു, ചെറിയ നമ്പർ താഴെ കിടക്കുന്നു, തേർഡിൽ കിടക്കുന്നു. തേർഡിൽ കോസ് നെഗറ്റീവ് ആണ്. കോസിന്റെ ഉത്തരത്തിൽ മൈനസ് വരാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ എന്തെടുക്കും? π-π/3 ഉത്തരം 2π/3. ഇതൊക്കെ നോക്കണ്ട, റേഞ്ചിനകത്ത് തന്നെ വരും. റേഞ്ചിന് പക്ക അകത്തായിരിക്കും. അപ്പൊ ഈ ചെയ്ത 4 ക്വസ്റ്റ്യനും ഡിഫറൻസ് 1 വരുന്നതാണ്. ശ്രദ്ധിക്കണേ, ഡിഫറൻസ് 1 വരുന്നതാണേ. ഞാൻ ഈ ഡിഫറൻസ് 1 വരുന്ന അല്ലാത്ത ഒരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കേണ്ട. അത് ഞാൻ ഒന്നുകൂടെ പറയാം. ഞാനിതിന്റെ ഒറിജിനൽ അല്ല പഠിപ്പിച്ചേക്കുന്ന, ഷോർട്ട് കട്ടാണ്. സൈൻ ഇൻവേഴ്സ് സൈൻ 3π/5 എക്സാം നല്ല സുന്ദര ക്വസ്റ്റ്യൻ. സുന്ദരൻ ആ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നോക്കിക്കോളാം. ഞാൻ ബോക്സ് ഒക്കെ ഇട്ട് വരച്ചപ്പോൾ ചിലപ്പോൾ നാളത്തെ പരീക്ഷയ്ക്ക് കാണാം. സൈൻ ഇൻവേഴ്സ് സൈൻ ഷോർട്ട് കട്ടാണ്. ഷോർട്ട് കട്ട് ചെയ്യാം. എല്ലാവരും 5/5 തെറ്റി നോക്കും. ആൻസർ തെറ്റാണ്. നമ്മൾ ഡിഫറൻസ് 1 വരുന്ന കണക്കാണ് നമ്മൾ അങ്ങനെ എഴുതിക്കൊണ്ടിരുന്നത്. ഈ ഡിഫറൻസ് 1 അല്ലല്ലോ. ഈ ഡിഫറൻസ് 1 അല്ലാത്തതുകൊണ്ട് ഇതിന്റെ ആൻസർ ഒറ്റ സ്റ്റെപ്പിൽ പറഞ്ഞുതരാം. ഡിഫറൻസ് 2π/5 എഴുതുക. പറഞ്ഞുതരാം. സംഭവം എന്തൊക്കെയാണ് പറഞ്ഞുതരാം. 3ന്റെയും 5ന്റെയും ഡിഫറൻസ് 1 അല്ല, ഡിഫറൻസ് 2π/5 എന്നെങ്കിൽ 2π/5 എന്നെങ്കിൽ എഴുതി വെച്ചു. അതിനുശേഷം ഒന്നുകൂടെ പറയാം. ഡിഫറൻസ് 1 ആയിരുന്നുവെങ്കിൽ മോളത്തെ നമ്പർ വായിച്ചു കളഞ്ഞ് എഴുതിയാൽ മതി. ഡിഫറൻസ് 2 ആണ്. 2π/5 എന്ന് എഴുതി വെച്ചതിന് ശേഷം ഈ 3π/5 ഏത് ക്വാഡ്രന്റിലാണെന്ന് നോക്കണം. അവിടെയാണ് വിഷയം ഇരിക്കുന്നത്. ഡിഫറൻസ് 1 വന്ന് മോളിൽ ചെറുതും വലുതൊക്കെ വരുമ്പോൾ നമുക്കറിയാം എവിടെയൊക്കെയാണ്. ഈ 3π/5 എന്ന് പറഞ്ഞാൽ 3 × 180/5 എന്ന് പറയുമ്പോൾ ഏകദേശം എത്ര വരുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചാൽ എത്ര കിട്ടും? 3. ഇതൊക്കെ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് 180/5 that is 3 15 3 0 എത്രയായിട്ടും 6 36 എന്ന് കിട്ടും. ഈ 36 × 3 36 × 3 എന്ന് പറയുമ്പോഴേ നമുക്ക് കിട്ടി എത്ര കിട്ടി? 108. 108 കിടക്കുന്നത് എവിടെ? സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. 108 ഡിഗ്രി കിടക്കുന്നത്. കാരണം ഇത് 0 ആണ്, ഇത് 90 ആണ്, ഇത് 180 ആണ്. 90യുടെ 180യുടെ ഇടയ്ക്ക് ഇത് ക്വസ്റ്റ്യൻ 3π/5 എവിടെ കിടക്കുന്നത്? സെക്കൻഡ് ക്വാഡ്രന്റിൽ തന്നെ കിടക്കുന്നത്. സൈൻ പോസിറ്റീവ് ആണ്. അല്ലെ ഇത് കാണാതെ പഠിച്ചു. സൈൻ ഇൻവേഴ്സ് സൈൻ 3π/5 ഉത്തരം 2π/5 ആണ്.
അടിച്ചോണേ, മെയിൻ ക്വസ്റ്റ്യൻ ആണേ. അപ്പൊ ഡിഫറൻസ് 1 വരുന്ന കണക്കുകളെല്ലാം ഇങ്ങനെ ചെയ്താൽ മതിയേ, വേറെ ഒന്നും നിങ്ങൾ നോക്കണ്ടായി. അപ്പൊ ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അപ്പൊ നമ്മള് 4 ചാപ്റ്ററോളം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ അതിനകത്ത് ഇൻവേഴ്സ് നോട്ടിഫിക്കേഷനകത്ത് സിംപ്ലസ്റ്റ് ഫോം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അതൊന്ന് പഠിച്ചേക്കണം. പിന്നെ ഇല്ല മോഡൽ പ്രോബ്ലംസ്, എനിക്ക് പ്രോബ്ലം അത്രയ്ക്ക് ഇതില്ല. സൈൻ ഇൻവേഴ്സ് 3/5a പ്ലസ് കോസ് ഇൻവേഴ്സ് 4/5a ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഏതെങ്കിലും ഒരു സാധനം പ്രൂവ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്. അത് വളരെ സിമ്പിൾ ആണ്. ട്രയാങ്കിൾ വരെ ചെയ്യുന്ന ക്വസ്റ്റ്യൻ, 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ അതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം ഒന്ന് ഡിസ്കസ് ചെയ്ത് കാണിച്ചേക്കാം, ഒരെണ്ണം ജസ്റ്റ് ഒന്ന് കാണിച്ചേക്കാം. അല്ലാതെ ചെയ്യേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് അറിയാവുന്നതിനാണ്. 2 ട്രയാങ്കിളും മനസ്സിൽ ചെയ്ത് നോക്കാം. സിമ്പിൾ പ്രോബ്ലം ഫസ്റ്റ് ഇയർ റിലേറ്റഡ്. പിന്നെ നമ്മൾ നേരെ വരുന്നത് ഡിഫറൻസിയേഷനകത്തോട്ടാണ്. ഡിഫറൻസിയേഷനകത്തോട്ട് വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു സാധനം എന്ന് പറയുമ്പോൾ കണ്ടിന്യൂറ്റിക്ക് 3 മാർക്കാണ്. കണ്ടിന്യൂറ്റിക്ക് 3 മാർക്ക് വരുമ്പോൾ ഞാൻ അതിനകത്ത് കെയുടെ വാല്യൂ കണ്ടുപിടിക്കുന്ന പ്രോബ്ലംസ് നല്ല വൃത്തിയായിട്ട് പഠിക്കുക. അപ്പൊ അതിന് ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. f of x is equal to kx plus 1, x less than or equal to 5, ഇവിടെ 3x plus 5, x greater than 5, at x is equal to 5, find the value of k. അപ്പൊ നിങ്ങൾ നോക്കണം, നമ്മുടെ ക്വസ്റ്റ്യനിൽ ലെസ് ദാനും ഗ്രേറ്റർ ദാനും ഉണ്ടെങ്കിൽ, എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല, ലെസ് ദാനും ഗ്രേറ്റർ ദാനും ഉണ്ടെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ 2 ലിമിറ്റ് വരും. ഒന്ന് നെഗറ്റീവ് ലിമിറ്റ്, ഒന്ന് പോസിറ്റീവ് ലിമിറ്റ്. അപ്പൊ നമ്മൾ നോക്കേണ്ടത് ഈ നമ്പർ ഇവിടെ ഏതാണ്, 5 ആണ്. അല്ലെങ്കിൽ അറ്റ് നമ്പർ ഏതാ, 5. അപ്പൊ ലിമിറ്റ് x ടെൻഡ്സ് ടു 5 f of x എന്ന് എഴുതിയിട്ട് നമ്മൾ ഫസ്റ്റ് ഇയർ റിലേറ്റഡ് ആയിട്ടുള്ള ഫസ്റ്റ് പ്രിൻസിപ്പിൾ മെത്തേഡിന്റെ ഒരു റൂളൊക്കെ വെച്ചുകൊണ്ട് സ്റ്റഡി ചെയ്യുന്നത്, അതിന്റെ ഒന്നും കാര്യമില്ല. ലിമിറ്റ് x ടെൻഡ്സ് ടു 5 നമ്മൾ 2 ആയിട്ട് മാറ്റുന്നു. ലിമിറ്റ് x ടെൻഡ്സ് ടു 5 മൈനസ് f of x എന്നും ഇങ്ങോട്ട് മാറ്റി ലിമിറ്റ് x ടെൻഡ്സ് ടു 5 പ്ലസ് f of x എന്നും 2 ആയിട്ട് മാറ്റുന്നു. ഇത് എഴുതാൻ എല്ലാവർക്കും അറിയാമല്ലോ. ലെസ് ദാനും ഗ്രേറ്റർ ദാനും വന്നാൽ നെഗറ്റീവ് ലിമിറ്റ് വരും, പോസിറ്റീവ് ലിമിറ്റ് വരും. എന്നിട്ട് ഈ നടുക്ക് ഒരു ഈക്വൽ ടു ചിഹ്നം. ഈക്വൽ ടു അറ്റ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആണ്, അപ്പൊ ഈക്വൽ ടു ചിഹ്നം. എന്നതിന് ശേഷം ലിമിറ്റ് x ടെൻഡ്സ് ടു 5 മൈനസ് 5 മൈനസിന്റെ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ലെസ്, കുറവ് ലെസ്സിന് നേരെയുള്ള ഫംഗ്ഷൻ kx plus 1 is equal to ലിമിറ്റ് x ടെൻഡ്സ് ടു 5 പ്ലസ് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്ററിന് നേരെയുള്ളത് 3x plus 5. എക്സിന്റെ സ്ഥാനത്ത് 5 ഇട്ട് കൊടുത്താൽ മതി. 5k പ്ലസ് 1 is equal to 3 into 5 plus 5. ഉത്തരം 5k plus 1 is equal to 20. 5k is equal to 90. k is equal to 90/5. അപ്പൊ കണ്ടിന്യൂറ്റിയുടെ കെയുടെ വാല്യൂ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ കണ്ടിന്യൂറ്റിക്കകത്ത് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെന്ന് ഒരു പ്രത്യേകം പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് 3 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ഇതിനകത്ത് കിടപ്പുണ്ട്. ആ കിടക്കുന്ന ഒരു ക്വസ്റ്റ്യൻ പിന്നെ അതുപോലെ ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേക്കണം. ax plus 1 bx minus 3, x less than or equal to 3, x greater than അല്ലെങ്കിൽ 2 ആണ്. 3 വേണ്ട 2 ആണ്. x less than or equal to 2, x greater than 2 ആണ്. at x is equal to 2. at x is equal to 2 എന്ന് പറഞ്ഞാൽ ഇതിന്റെ ലെഫ്റ്റ് ഹാൻഡും റൈറ്റ് ഹാൻഡും തുല്യമാണ്, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആണ്. അതായത് വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ a and b എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ. ലിമിറ്റ് x ടെൻഡ്സ് ടു 2 f of x എന്ന് എഴുതി അടിയിൽ വരയിട്ട് 2 ആയിട്ട് മാറ്റുന്നു. ലിമിറ്റ് x ടെൻഡ്സ് ടു 2 മൈനസ് f of x ഉം ഇവിടെ ലിമിറ്റ് x ടെൻഡ്സ് ടു 2 പ്ലസ് f of x എന്നും മാറ്റുന്നു. നടുക്ക് ഈക്വൽ ഇടുന്നു. 2 മൈനസിന്റെ ഫംഗ്ഷൻ ax plus b ആണ്. അപ്പൊ ലിമിറ്റ് x ടെൻഡ്സ് ടു 2 മൈനസ് ax plus 1 is equal to ലിമിറ്റ് x ടെൻഡ്സ് ടു 2 പ്ലസ് bx minus 3 എന്നും വരുന്നു. x ന്റെ സ്ഥാനത്ത് 2 ഇട്ട് കൊടുക്കുന്നു. അപ്പൊ 2a plus 1 is equal to 2b minus 3. 2a minus 2b is equal to minus 4. എന്നുവെച്ചാൽ വേരിയബിൾ എല്ലാം കൂടി ഒരു സൈഡിലും നമ്പറുകൾ എല്ലാം കൂടി ഒരു സൈഡിലും. ഇതിനകത്തുനിന്ന് നമുക്ക് 2 കോമൺ എടുത്താൽ a minus b is equal to minus 4, a minus b is equal to minus 2. ഇത് റിലേഷനാണ്. എയിൽ നിന്നും ബി കുറയ്ക്കുമ്പോൾ -2 കിട്ടുന്നുള്ള ഒരു റിലേഷൻ. നല്ലൊരു ക്വസ്റ്റ്യൻ. ഇനി നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 3 ഫംഗ്ഷൻ വരുന്ന ക്വസ്റ്റ്യൻ. അതുകൊണ്ട് ഇതാണ് ക്വസ്റ്റ്യൻ. 5 ax plus b 21 x less than or equal to 2, 2 less than x less than 10, x greater than or equal to 10. എന്നിട്ട് at x is equal to 2 and 10 find a b എന്ന് ചോദിക്കും. 3 മാർക്കിൽ ചോദിക്കാൻ പറ്റിയ സുന്ദര ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ നോക്കും, നമ്മൾ ഇതുവരെ ചെയ്തെല്ലാം 2 ഫംഗ്ഷൻ. ഇത് എത്ര ഫംഗ്ഷനാണ്? 3 ഫംഗ്ഷൻ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. നമ്പറുകളെ ആദ്യം ചെക്ക് ചെയ്തു, 2 ഉം 10.
ലിമിറ്റ് എക്സ് ടെൻസ് ടു എഫ് ഓഫ് എക്സ് എന്നും ഇങ്ങോട്ട് മാറ്റി ലിമിറ്റ് എക്സ് ടെൻസ് ടു 10 എഫ് ഓഫ് എക്സ് എന്നും എഴുതി. എന്നിട്ട് അണ്ടർലൈൻ ചെയ്തു. ഇതിനെ രണ്ടാക്കുന്നു. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 മൈനസ് എഫ് ഓഫ് എക്സ് എന്നും ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 പ്ലസ് എഫ് ഓഫ് എക്സ് എന്നും ലിമിറ്റ് എക്സ് ടെൻസ് ടു 10 മൈനസ് എഫ് ഓഫ് എക്സ് എന്നും ലിമിറ്റ് എക്സ് ടെൻസ് ടു 10 പ്ലസ് എഫ് ഓഫ് എക്സ് എന്നും എഴുതി. അടുക്കെല്ലാം ഈക്വൽ ടു ചിഹ്നം. ഈക്വൽ ടു ചിഹ്നത്തിന്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണും. എന്താണ്? കണ്ടിന്യൂസ് ആണ്. ഇനി തെറ്റിപ്പോലെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 മൈനസ് എന്ന് പറയാൻ പറ്റും ആദ്യത്തെ ഫംഗ്ഷൻ. ഫസ്റ്റിലെ എഴുതിയേക്കുന്നത് ഫസ്റ്റിൽ തന്നെ എഴുതുക, 5 എഴുതി. ഇനി ലിമിറ്റ് എക്സ് ടെൻസ് ടു 10 പ്ലസിന്റെ ഫംഗ്ഷൻ. 10 പ്ലസിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനം നമ്മുടെ ബസ്സിൽ തുടങ്ങിയത് 5 എഴുതി, അവസാനിച്ച 21, ഏറ്റവും അവസാനം കൊണ്ടത് 21 എഴുതി. ഇത് സിമ്പിൾ അല്ലേ? ആദ്യം 5 എഴുതി, അവസാനം 21 എഴുതി. ഇനി ഇടയ്ക്ക് എഴുതുന്ന സാധനങ്ങൾ സിമ്പിൾ. നടുക്ക് കിടക്കുന്ന സാധനം രണ്ടിടത്തും എഴുതി വെക്കുക. എ എക്സ് പ്ലസ് ബിയും ഇവിടെയും എ എക്സ് പ്ലസ് ബി. അപ്പൊ പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും തെറ്റത്തില്ല. എന്റെ മക്കളെ ഫസ്റ്റിലത്തെ സാധനം ഫസ്റ്റിലേ എഴുതി, ലാസ്റ്റത്തെ സാധനം ലാസ്റ്റിൽ എഴുതി. ഇടയ്ക്ക് കിടക്കുന്ന ഫംഗ്ഷൻ എ എക്സ് പ്ലസ് ബി എടുത്ത് രണ്ടിടത്തും കൊടുത്തു. ഇവിടെ 5 ഈക്വൽ ടു 2 കൊടുക്കുമ്പോൾ 2a പ്ലസ് ബി ഇക്വേഷൻ നമ്പർ 1. ഇവിടെ കൊടുക്കുമ്പോൾ 10a പ്ലസ് ബി ഇസ് ഈക്വൽ ടു 21 ഇക്വേഷൻ നമ്പർ 2. സോൾവ് ചെയ്യുന്നു. എയും ബിയും കിട്ടും. സോൾവ് ചെയ്യേണ്ട കാര്യമില്ല. ഇക്വേഷൻ നമ്പർ 1ൽ നിന്ന് ഇക്വേഷൻ നമ്പർ 2 കുറയ്ക്കുകയോ ഇക്വേഷൻ നമ്പർ 2ൽ നിന്ന് ഇക്വേഷൻ നമ്പർ 1 കുറയ്ക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ബി വേരിയബിൾ പോകും, എ വേരിയബിൾ കിട്ടും. എ കിട്ടിയാൽ പിന്നെ എ എടുത്ത് ഏതെങ്കിലും ഒരു ഇക്വേഷൻ അത് കൊടുത്താൽ ബി നമുക്ക് കിട്ടാനുള്ള ബിയും കിട്ടും. ഇത്രയേ ഉള്ളൂ. ഇത് 3 മാർക്കിന് ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻ ആണ്. കാരണം എനിക്ക് ചെയ്യാനുമുണ്ട്. അപ്പൊ നോക്കണേ, 3 ഫംഗ്ഷൻ വരുമ്പോൾ ചെയ്ത രീതി കണ്ടേ, 3 ഫംഗ്ഷന്റെ രീതി കണ്ടേ. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഒന്ന് നോക്കിയേക്കാം. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു കെ കോസ് എക്സ് ഡിവൈഡഡ് ബൈ പൈ മൈനസ് 2x. ഇവിടെ 3 എക്സ് നോട്ട് ഈക്വൽ ടു പൈ ബൈ 2, എക്സ് ഈക്വൽ ടു പൈ ബൈ 2 അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു പൈ ബൈ 2. ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെ. നല്ല ഒരു ക്വസ്റ്റ്യൻ ആണ്, നോക്കിയേക്കണം. ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ആയിരിക്കാം. കാൽക്കുലസിനകത്ത് നിന്ന് നമ്മൾ പഠിച്ച കണ്ടിന്യൂറ്റിയുടെ ഒരു പോർഷൻ കഴിഞ്ഞു. ഇനി കാൽക്കുലസിനകത്ത് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട കുറെ ക്വസ്റ്റ്യൻസ് മാത്രം നമ്മോട് പറയാം. ലോഗരിതമിക് ഡിഫറൻഷിയേഷൻ ക്വസ്റ്റ്യൻസ് മാത്രം നമ്മോട് പറയുന്നു. ലോഗരിതമിക് ഡിഫറൻഷിയേഷൻ കണ്ടാൽ തിരിച്ചറിയാം. പവറിൽ എക്സ്, വൈ, ട്രിഗണോമെട്രി, ഇൻവേഴ്സ് ട്രിഗണോമെട്രി, ലോഗ് ഫംഗ്ഷൻ വന്നു കഴിഞ്ഞു. അപ്പൊ നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്തോളൂ. ലോഗ് ഫംഗ്ഷന്റെ ഈ പ്രോബ്ലംസ് നോക്കിക്കൊണ്ട് പോവുക. ലോഗരിതമിക് ഡിഫറൻഷിയേഷന്റെ നിങ്ങൾ പരീക്ഷയ്ക്ക് വെച്ച് ഇപ്പൊ മോഡൽ വെച്ച് എക്സ് റൈസ് ടു എക്സ് അത് നോക്കിക്കോളൂ. എക്സ് റൈസ് ടു സൈൻ എക്സ് നോക്കണം, സൈൻ എക്സ് ദ ഹോൾ റൈസ് ടു എക്സ് നോക്കണം, ലോഗ് എക്സ് ദ ഹോൾ റൈസ് ടു എക്സ് നോക്കണം. ഇനി നടിയ ഒരു പ്രോബ്ലം പ്രത്യേകം നോക്കണം. ലോഗ് എക്സ് ദ ഹോൾ റൈസ് ടു എക്സ് പ്ലസ് എക്സ് റൈസ് ടു ലോഗ് എക്സ്. 3 മാർക്കിനുള്ള ചോദ്യമാണ്, നല്ല ചോദ്യമാണ്. ഇത് ലോഗരിതമിക്കുമായിട്ട് ബന്ധപ്പെട്ട ഈ പ്രോബ്ലംസ് നോക്കുക. ഇനി സൈൻ എക്സ് ദ ഹോൾ റൈസ് ടു കോസ് എക്സ് നോക്കുക. അതിനുശേഷം നടിയൊരു ലോഗരിതമിക്കുമായിട്ട് ബന്ധപ്പെട്ട ഈ പ്രോബ്ലംസ് എല്ലാം എക്സ് റൈസ് ടു വൈ ഇസ് ഈക്വൽ ടു വൈ റൈസ് ടു എക്സ്. ഇതൊന്നും നോക്കിയാൽ ഇനി നമ്മള് ലോഗിന്റെ ഇത്രയും പ്രോബ്ലം നോക്കുക. ഇതിനകത്ത് ഏതെങ്കിലും ഒരു പ്രോബ്ലം വരാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇത് സിംഗിൾ ഫംഗ്ഷൻ, ഇത് സിംഗിൾ ഫംഗ്ഷൻ, ഇത് സിംഗിൾ, ഇത് സിംഗിൾ അല്ല, ഇത് ഡബിൾ ആണ്, ഇത് സിംഗിൾ ആണ്, ഇത് ഡബിൾ ആണ്. ഡബിൾ ഒക്കെ വരുന്ന റൂൾ അനുസരിച്ച് വേണം ചെയ്യേണ്ടത്. അപ്പൊ ലോഗരിതമിക്കിന്റെ ഇത്രയും ക്വസ്റ്റ്യൻസ് നോക്കുക. ലോഗരിതമിക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻ ആണ്, മോസ്റ്റ് ഇമ്പോർട്ടന്റ് സെക്ഷൻ തന്നെയാണ്. ലോഗരിതമിക്ക് നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തു പഠിക്കേണ്ട സെക്ഷൻ തന്നെയാണ്. അത് നിങ്ങൾ വൃത്തിയായിട്ട് പഠിക്കുകയും വേണം. അതിനുശേഷം നമ്മൾ കണ്ട ഈ ഒരു പ്രോബ്ലം നോക്കണേ. ഇ റൈസ് ടു വൈ ഇൻറ്റു എക്സ് പ്ലസ് 1 ഇസ് ഈക്വൽ ടു 1 ആണെങ്കിൽ പ്രൂവ് ദാറ്റ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി എക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതാണ്. ഇത് ഫസ്റ്റ് ഫംഗ്ഷനും ഇത് സെക്കൻഡ് ഫംഗ്ഷനും എടുത്താൽ ഇത് പ്രോഡക്റ്റ് റൂൾ. അല്ലാതെ വേറെ ഉണ്ടായി. പ്രോഡക്റ്റ് റൂളിൽ ഇത് ഡെറിവേറ്റീവ് എടുക്കാം. പറഞ്ഞു ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 1 + 0 പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ആയ എക്സ് പ്ലസ് 1 എഴുതി. ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റൈസ് ടു വൈ എന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു 1. 1ന്റെ എന്തുവാണ് 0. കഴിഞ്ഞു. ഇ റൈസ് ടു വൈ ഇൻറ്റു 1 ഇ റൈസ് ടു വൈ പ്ലസ് എക്സ് പ്ലസ് 1 ഇൻറ്റു ഇ റൈസ് ടു വൈ ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു 0. മക്കളെ ഇത് പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്താണ്. ഈ ഇ റൈസ് ടു വൈ എന്ന് അപ്പുറത്ത് കൊണ്ടുപോകും. അപ്പോൾ എക്സ് പ്ലസ് 1 ഇൻറ്റു ഇ റൈസ് ടു വൈ ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ഇ റൈസ് ടു വൈ. ഈ ഇ റൈസ് ടു വൈയും ഈ ഇ റൈസ് ടു വൈയും കിട്ടിപ്പോയി. dy by dx is equal to -1 divided by x plus 1. ഇപ്പോൾ dy by dx കിട്ടി. ഈ dy by dx നെ സ്ക്വയർ ചെയ്യുക.
dy/dx the whole square എന്ന് പറഞ്ഞാൽ -1 divided by x plus 1 the whole square. ഉത്തരം 1 divided by x plus 1 the whole square. ഇനി ഈ dy/dx ന്റെ ഡെറിവേറ്റീവ് ഒന്നും കൂടെ എടുക്കുക. dy/dx is equal to നിങ്ങൾക്ക് കിട്ടിയത് -1 divided by x plus 1 ആണെങ്കിൽ d²y/d² കണ്ടുപിടിക്കുന്നത് മൈനസിനെ പുറത്തോട്ട് മാറ്റി വെച്ചു. 1/x ന്റെ ഡെറിവേറ്റീവ് എല്ലാവർക്കും അറിയാം. 1/x ന്റെ ഡെറിവേറ്റീവ് എന്താണ്? -1/x². അപ്പൊ ഇവിടെ എന്ത് വരും? 1/x plus 1 എന്ന് പറഞ്ഞാൽ -1 divided by x plus 1 the whole square. മൈനസ് വെട്ടിപ്പോയി ഉത്തരം കിട്ടി. ഇത്രയുള്ള സംഭവം. ഇത് വളരെ സിമ്പിൾ സാധനമാണ്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേക്കണം. e raised to x minus y is equal to y raised to x അല്ലെങ്കിൽ e raised to x minus y is equal to x raised to y. ഇത് രണ്ടും നോക്കിയേക്കണേ. ഈ രണ്ട് പ്രോബ്ലം നോക്കിയേക്കണം. നല്ല രണ്ട് പ്രോബ്ലംസ് ആണ്. ലോഗരിതമിക്കുമായിട്ട് ബന്ധപ്പെട്ട നല്ല രണ്ട് പ്രോബ്ലംസ് ആണ്. ഇനി e raised to x minus y is equal to xy. ഈ പ്രോബ്ലംസ് എല്ലാം നല്ലപോലെ നോക്കണം. ഇതെല്ലാം ലോഗിന്റെ പ്രോബ്ലം, ലോഗുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലം തന്നെയാണ്. ലോഗിന്റെ അതേ മെത്തേഡിൽ തന്നെ ചെയ്യുന്നതാണ്. രണ്ട് സൈഡിലും ലോഗ് കൊടുത്ത് ചെയ്യുന്ന പ്രോബ്ലമാണ്. അത് കഴിഞ്ഞ് നേരെ പാരാമെട്രിക്. പാരാമെട്രിക് എന്ന് പറയുമ്പോൾ x is equal to a into theta minus sin theta എന്നും y is equal to a into 1 plus cos theta എന്നൊക്കെ പറഞ്ഞിട്ട് find dy/dx എന്ന് ചോദിക്കും. സിമ്പിൾ സാധനം. dx/d theta ക്വസ്റ്റ്യൻ കിടക്കുന്ന തീറ്റയിലാണ്. dx/d theta is equal to a into 1 minus cos theta. കിട്ടി. dy/d theta equal to a into 1 into the 0 plus minus sin theta. ഉത്തരം കിട്ടുന്നത് -a sin theta. ഇനി dy/dx കാരണം dy/dx കാണുന്ന ഇക്വേഷൻ -a dy/d theta divided by dx/d theta. ഉത്തരം -a sin theta divided by a into 1 minus cos theta. ദാ a വെട്ടിപ്പോയി. ബാക്കിയുള്ള sin theta ഇക്വേഷൻ 2 sin theta by 2 into cos theta by 2 നും divided by ഇതിന്റെ ഇക്വേഷൻ 2 sin square theta by 2 നുമാണ്. 2 വെട്ടി sin വെട്ടി minus cot theta by 2. ഇവിടെ നിങ്ങൾ ഇച്ചിരി ട്രിഗണോമെട്രി അപ്ലൈ ചെയ്തു. ഇതാണ് നമ്മുടെ മോഡലിൽ ചോദിച്ച ക്വസ്റ്റ്യൻ. ഇനി അതുപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുക. x is equal to 4t and y is equal to 4/t. നോക്കുക, നല്ല ക്വസ്റ്റ്യൻ ആണ്. ഇനി x is equal to root of a raised to sin inverse t and y is equal to root of a raised to cos inverse t. Prove that dy/dx is equal to -y/x എന്നുള്ള പ്രോബ്ലം നോക്കുക. ഈ പറഞ്ഞ പ്രോബ്ലം എല്ലാം നോക്കുക. നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഇതെല്ലാം. അപ്പോൾ പിന്നെ പാരാമെട്രിക് നോക്കണം, ലോഗരിതമിക് നോക്കണം. പാരാമെട്രിക്കിനകത്ത് നല്ല ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ ചെയ്തേക്കുന്ന നല്ല ക്വസ്റ്റ്യൻ ആണ്. ഈ ഹോംവർക്ക് തന്നേക്കുന്ന ക്വസ്റ്റ്യനും നല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഹോംവർക്ക് തന്നേക്കുന്നത്. ഇത് നമ്മള് പാരാമെട്രിക്കിനകത്ത് ഇച്ചിരി കൂടെ കട്ടി ഒരു ചോദ്യം വരികയാണെങ്കിൽ ഇത് വരും. a into cos t plus t sin and y is equal to a into sin t minus t cos t. Prove that dy/dx is equal to ഉത്തരം കിട്ടേണ്ടത് tan t. ഇവിടെ നിങ്ങൾ നോക്കണേ, ഇവിടെ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം, ഇവിടെ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. അത്രയും പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്തിരിക്കണം. പാരാമെട്രിക്കുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ x is equal to a sin cube theta and y is equal to b cos cube theta. Find dy/dx. ഈ പ്രോബ്ലം നോക്കുക. അപ്പൊ പാരാമെട്രിക്കിനകത്ത് നോക്കണം, ലോഗരിതമിക്കും നല്ല വൃത്തിയായിട്ട് ഇത് രണ്ടും ഒന്ന് പഠിച്ചോണ്ട് കൊടുക്കും. പിന്നെ നമ്മള് പ്രൂഫുകളാണ്. പ്രൂഫുകൾ ഞാൻ പറഞ്ഞതില്ല, ഇന്ന പ്രൂഫുകളാണ് പഠിച്ചുകൊണ്ട് പോകുന്നത്. ഒരു പ്രൂഫ് ആണ് y is equal to sin inverse x. Prove that 1 minus x square into y2 minus x y1 is equal to 0. Next, y is equal to sin inverse x the whole square. Prove that 1 minus x square into y2 minus x y1 is equal to 2. നല്ല പ്രൂഫാണ്. പ്രൂഫുകൾ നല്ലതുപോലെ നോക്കണേ. പ്രൂഫുകൾ നല്ല മെയിൻ സാധനം തന്നെയാണ് പ്രൂഫ്. അടുത്തത് y is equal to 3e raised to x plus 2e raised to 3x ആണെങ്കിൽ prove that y2 minus 5y1 plus 6y is equal to 0. ഇത് നല്ലൊരു പ്രൂഫാണ്. y is equal to a cos log x plus b sin log x. Prove that x square into y2 minus
പ്ലസ് എക്സ് വൈ വൺ പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 0. ഈ പ്രൂഫുകൾ നോക്കിക്കൊണ്ട് പോകാം. നല്ല പ്രൂഫുകളാണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉള്ള പ്രീവിയസ് ക്വസ്റ്റ്യന്റെ പ്രൂഫുകളാണ്. ഇനി ഇതുപോലെ ടാൻ ഇൻവേഴ്സ് 6 ന്റെ പ്രൂഫ് ഉണ്ട് മക്കളെ. y is equal to tan inverse 6 the whole square ആണെങ്കിൽ പ്രൂവ് ദാറ്റ് x square plus 1 the whole square into y2 plus 2x y1 into 1 plus x square is equal to 2. ഇത്രയും പ്രൂഫുകൾ വൃത്തിയായിട്ട് നോക്കുക. y is equal to e raised to a cos inverse x, prove that 1 minus x square into y2 minus x y1 minus a square y equal to 0. അപ്പൊ ലോഗരിതമിക് നോക്കണം, പാരാമെട്രിക് നോക്കണം, പ്രൂഫ് നോക്കണം, പിന്നെ ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ട 2-3 ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതൊന്ന് നോക്കിയേക്കണം. അത് ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ്. y is equal to tan inverse root of 1 minus cos x divided by 1 plus cos x ആണെങ്കിൽ find dy by dx. നിങ്ങൾക്കറിയാലോ 1 minus cos x നും 1 plus cos x ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷൻ കൊടുത്ത് tan inverse കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഡെറിവേറ്റീവ് എടുക്കുക, ലാസ്റ്റ് പോയി ഡെറിവേറ്റീവ് എടുക്കുക. അപ്പം ഇത്രയാണ് പ്രൂഫുകൾ എന്ന് പറയുന്നത്. അപ്പം പ്രൂഫുകൾ നല്ല വൃത്തിയായിട്ട് നോക്കണം. പ്രൂഫുകൾ മെയിൻ ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ നോക്കിയേക്കണേ, 2 മാർക്കൊക്കെ ചോദിക്കാൻ പറ്റിയതാ. y is equal to cos inverse x, find d square y by dx square in terms of y alone. ആരും നോക്കാതിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതേപോലെ തന്നെ y is equal to 500 e raised to 7x plus 600 e raised to minus 7x ആണെങ്കിൽ prove that d square y by dx square is equal to 49y. ഇത്രയും പ്രൂഫ് ഒക്കെ പഠിച്ചാൽ ഒരുപാട് പ്രൂഫ് പഠിച്ചിട്ടുണ്ട്. ഇത്രയും പ്രൂഫുകളെല്ലാം നല്ല വൃത്തിയായിട്ട് നോക്കുക. ഇത്രയാണ് ഡിഫറൻസിയേഷൻ. 9 മാർക്കാണ്. കണ്ടിന്യൂറ്റി മസ്റ്റ് 3, പിന്നെ 3 മാർക്കാണ്. 1 2 3 അതാ പാറ്റേൺ കിടക്കുന്നത്. അപ്പം ലോഗരിതമിക്ക് പാരാമെട്രിക് ലോഗരിതമിക്ക് ചിലപ്പോൾ കൊച്ചൊരു ക്വസ്റ്റിനെ ചോദിക്കാൻ സാധ്യതയുള്ളൂ. എക്സ് റേഷ്യോ സൈൻ എക്സ് ഒക്കെ ചോദിക്കാനേ സാധ്യത കാണത്തുള്ളൂ. അല്ലെങ്കിൽ സൈൻ എക്സ് ദ ഹോൾ റേസ് ടു എക്സ് എന്നോ അല്ലെങ്കിൽ സൈൻ എക്സ് ദ ഹോൾ റേസ് ടു കോസ് എക്സോ അതൊക്കെ ആയിരിക്കും സാധ്യത കൂടുതൽ. പാരാമെട്രിക്കിൽ നിന്ന് നല്ലൊരു ക്വസ്റ്റ്യൻ വരാം. പ്രൂഫിൽ നിന്നും ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. പ്രൂഫ് പറഞ്ഞു തന്നിട്ടുള്ള പ്രൂഫുകളെല്ലാം നോക്കുക. പിന്നെ നമ്മൾ ഇതിനകത്ത് വരുന്നതെന്ന് പറയുമ്പോൾ ഇൻക്രീസിങ്ങും ഡിക്രീസിങ്ങും മാക്സിമം മിനിമം നമ്മൾ സമയം കളയുന്ന ഒരു സംഭവം തന്നെ. അതിനകത്ത് ഒരു ജസ്റ്റ് ഒരു കൊച്ചൊരു ക്വസ്റ്റ്യൻ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. ഞാൻ ഒറ്റ ക്വസ്റ്റ്യനകത്തുനിന്ന് ഇൻക്രീസിങ്, ഡിക്രീസിങ്, മാക്സിമൈസ്, മിനിമൈസ് എല്ലാം കൂടെ പറയാൻ പോകും. ലോക്കൽ മിനിമ, ലോക്കൽ മാക്സിമം എല്ലാം പറയാൻ പോകും. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് 6x സ്ക്വയർ പ്ലസ് 9x പ്ലസ് 15. നിങ്ങൾക്ക് മാക്സിമം, ഇൻക്രീസിങ്, ഡിക്രീസിങ്, മാക്സിമ, മിനിമ ഇതെല്ലാം ചോദിച്ചാലും നമ്മൾ ആദ്യം ഡെറിവേറ്റീവ് എടുത്തു മസ്റ്റ് സാധനം. 3x സ്ക്വയർ മൈനസ് 12x പ്ലസ് 9. ഓക്കെ ആണല്ലോ. ഒന്ന് അറേഞ്ച് ചെയ്ത് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇത് തേർഡ് ഡിഗ്രി ക്വസ്റ്റ്യൻ. ഡെറിവേറ്റീവ് എടുത്താൽ സെക്കൻഡ് ഡിഗ്രി ആയി എക്സിന് 2 വാല്യൂ വരും. ക്വസ്റ്റ്യൻ തേർഡ് ഡിഗ്രി, ഡെറിവേറ്റീവ് എടുത്താൽ സെക്കൻഡ് ഡിഗ്രി ആയി ക്വസ്റ്റ്യന് 2 വാല്യൂ എക്സിന് വാല്യൂ വരും. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആക്കുന്നത് നമുക്ക് 3 കോമൺ എടുത്താൽ x square minus 4x plus 3. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുക. സോൾവ് ചെയ്ത് സിമ്പിൾ. x minus 1 into x minus 3. പുറത്തൊരു 3 ഉണ്ടായി. ഇനി നമ്മൾ ചെയ്യുന്നത് CP എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ പോയിന്റ്. f dash of x is equal to 0 നടക്കുക. അപ്പം x minus 1 is equal to 0യും x minus 3 is equal to 0യും ഒന്ന് നോക്കണേ മക്കളെ. ആദ്യം തന്നെ ഡെറിവേറ്റീവ് എടുത്തു, ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടി, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്തതിനു ശേഷം എക്സിന്റെ വിലകൾ കണ്ടുപിടിച്ചു. x is equal to 1 x is equal to 3. ഇത് ഇൻക്രീസിംഗ് ആണോ ഡിക്രീസിംഗ് ആണോ എന്ന് നമ്മൾ സോൾവ് ചെയ്യാൻ പോകും. ഇൻക്രീസിംഗ് ഓർ ഡിക്രീസിംഗ്. ഒരു ലൈൻ ഗ്രാഫ് വരയ്ക്കുക. ഇവിടെ മൈനസ് ഇൻഫിനിറ്റി, നടുക്ക് നിങ്ങൾക്ക് അറിയാം 0 ആണ്. നമുക്ക് കിട്ടിയ വാല്യൂ 1 1 1 3 ആണ്. അപ്പോൾ ഇന്റർവെൽ മൈനസ് ഇൻഫിനിറ്റി ടു 1 1 to 3 3 to ഇൻഫിനിറ്റി. ഇതാണ് ഇന്റർവെൽ. ഇന്റർവെൽസ് കിട്ടി. എല്ലാം ഓപ്പൺ ഇന്റർവെൽ ആണ് എഴുതുന്നത്. ഓപ്പൺ ഇന്റർവെൽ ആണ് ക്വസ്റ്റ്യൻ. ഓപ്പൺ ഇന്റർവെൽ തന്നെ എഴുതണം. അപ്പൊ നമ്മുടെ ലൈനിനകത്ത് ഇന്റർവെലുകളെല്ലാം അടങ്ങുന്നുണ്ട്. ഈ ഇന്റർവെൽ നമ്മുടെ എഫ് ഡാഷ് ഓഫ് എക്സ് ഓർമ്മയുണ്ടല്ലോ. എഫ് ഡാഷ് ഓഫ് എക്സ് നമ്മുടെ എഫ് ഡാഷ് ഓഫ് എക്സ് ഇപ്പുറത്ത് നമ്മുടെ കിടപ്പുണ്ട്. എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 3 എന്ന് പറയുന്നതാണ് നമ്മുടെ എഫ് ഡാഷ് ഓഫ് എക്സ്. ഇത് മൈനസ് ഇൻഫിനിറ്റി ടു 1 എന്ന് പറഞ്ഞാൽ ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്കുള്ള ഒരു വാല്യൂ. നിങ്ങൾക്ക് തന്നെ അറിയത്തില്ലേ ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്കുള്ള ഒരു വാല്യൂ. മൈനസ് ഇൻഫിനിറ്റിയുടെയും 1ന്റെയും ഇടയ്ക്കുള്ള ഒരു വാല്യൂ എന്ന് ചോദിച്ചാൽ നമുക്ക് 0 എടുക്കാം. 0 ഇവിടെ കൊടുത്താൽ 0 മൈനസ് 1 നെഗറ്റീവ്. ഇവിടെ അതാ കൊടുക്കുന്നത്. 0 മൈനസ് 1
-1 നെഗറ്റീവ്, 0 - 3 നെഗറ്റീവ്, നെഗറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ്, ഒരു ആരോ മാർക്ക് ചിഹ്നം മേളിലോട്ട് ഇൻക്രീസിങ്. പോസിറ്റീവ് നമ്പർ കിട്ടിയാൽ ഇൻക്രീസിങ്. അതേപോലെ 1 3യുടെ ഇടയ്ക്കുള്ള നമ്പർ കൊടുത്തിട്ട് പോസിറ്റീവ് ആണ് നെഗറ്റീവ് ആണ്, നെഗറ്റീവ് ആണെങ്കിൽ ഡിക്രീസിങ്, പോസിറ്റീവ് ആണെങ്കിൽ ഇൻക്രീസിങ്. അപ്പൊ ഇതാണ് നമ്മുടെ ഡെറിവേറ്റീവ് എന്ന് പറയുന്ന സാധനം, ഇൻക്രീസിങ്ങും ഡിക്രീസിങ്ങും വെച്ച് കണ്ടുപിടിച്ചത്. ഇനി നമ്മൾ ചെയ്തത് ഈ ക്വസ്റ്റ്യൻ തന്നെ മാക്സിമ, ലോക്കൽ മാക്സിമ ആൻഡ് ലോക്കൽ മിനിമ എന്ന് പറയുന്നത്. ഈ എഫ് ഡാഷ് ഓഫ് എക്സ് ലോക്കൽ മാക്സിമ ആൻഡ് ലോക്കൽ മിനിമയുടെ കേസാണ്, അതുകൊണ്ട് നോക്കിയേക്കണേ. ഇതിനെ ഡബിൾ ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കുക. ഡബിൾ ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കുമ്പോൾ 6x - 1. ഇവിടെ ഈ എക്സിന്റെ വിലകളായ 1 എഫ് ഡബിൾ ഡാഷ് ഓഫ് 1ഉം എഫ് ഡബിൾ ഡാഷ് ഓഫ് 3യും കണ്ടുപിടിക്കുക. പോസിറ്റീവ് ആണ് കിട്ടുന്നതെങ്കിൽ, പോസിറ്റീവ് ആണ് ആൻസർ കിട്ടുന്നതെങ്കിൽ ലോക്കൽ മിനിമയും, നെഗറ്റീവ് ആണെങ്കിൽ ലോക്കൽ മാക്സിമം. അപ്പൊ അതിനകത്ത് ഇൻവേഴ്സ് പിന്നെ ഡിഫറൻഷ്യൽ ഇക്വേഷനകത്ത് നമ്മുടെ ലോക്കൽ മിനിമം ആൻഡ് ലോക്കൽ മാക്സിമ ഇത് പഠിക്കുക. നമ്മുടെ പരീക്ഷയ്ക്ക് വന്നത് എഫ് ഡാഷ് ഓഫ് എക്സ് ആൾറെഡി തന്ന കണക്കായിരുന്നു. നിങ്ങൾ എഫ് ഓഫ് എക്സ് പോലും കണ്ടുപിടിക്കേണ്ട, എഫ് ഡാഷ് ഓഫ് എക്സ് ഡയറക്റ്റ് തന്നിട്ട് അതിനകത്ത് നിന്നും നിങ്ങൾക്ക് ഇൻക്രീസിങ് ഡിക്രീസിങ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ മതി. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇതായിരുന്നു നിങ്ങളുടെ പരീക്ഷയ്ക്ക് വന്ന ക്വസ്റ്റ്യൻ. ഇവിടെ 1 എന്നും ഇവിടെ 3 എന്നും ഉണ്ട്. അപ്പോഴേ നിങ്ങൾക്ക് കിട്ടി എക്സിന് 1ഉം എക്സിന് 3ഉം ആണ്. ഇത് എഫ് ഡാഷ് ഓഫ് എക്സ് ആണ് അവർ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ എഫ് ഡാഷ് ഓഫ് എക്സ് കറക്റ്റ് ഫാക്ടർ ആക്കുമ്പോൾ x - 1 ഇൻറ്റു x - 3, ഇവിടെ -∞, ഇവിടെ +∞, ഇവിടെ 1, ഇവിടെ 3. ഇത്രയും ഉള്ളായിരുന്നെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്താൽ മതിയായിരുന്നു. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവിനകത്ത് ഇത് ഇത്രയും, പിന്നെ ഒരു ട്രയാങ്കിളിന്റെ കണക്കും ഒരു റെക്റ്റാങ്കിളിന്റെ കണക്ക്, ഒരു സർക്കിളിന്റെ കണക്ക്. ഈ കണക്ക് നോക്കണം. പിന്നെ ഈ ഒരു കണക്ക് നോക്കിയേക്കണം. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2π. ഇത് നോക്കണം. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ 3x 0π/2. ഇത് നോക്കണം. ഇത് ഇൻക്രീസിങ് ഡിക്രീസിങ്ങിന്റെ പ്രോബ്ലംസ് ആണ്. ഈ പ്രോബ്ലംസ് എല്ലാം നോക്കുക. അതിനുശേഷം വോളിയം ഓഫ്, നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിച്ച വോളിയം ഓഫ് ക്യൂബ് അല്ലെ, അതിന്റെ ഒരു പ്രോബ്ലം നോക്കുക. നിങ്ങൾ റെക്റ്റാങ്കിളിന്റെ കണക്ക് നോക്കുക. ഇത് റെക്റ്റാങ്കിളിന്റെ കണക്ക് ഇതായിരിക്കും വരുന്നത്. ലെങ്ത് 5 cm/s ഇൻക്രീസ് ചെയ്യുന്നു, വിഡ്ത്ത് 4 cm/s ഡിക്രീസ് ചെയ്യുന്നു. അപ്പോഴേ നിങ്ങൾ dx/dt എന്നും dy/dt എന്നും എഴുതുക. പിന്നെ ഏരിയ ഇത്ര, ഇതിൽ ഏരിയ ആകുന്നത് എത്ര എന്നൊക്കെ ചോദിച്ചോളൂ. അപ്പൊ ഏരിയ കാണുന്ന ഇക്വേഷൻ അറിയാലോ, റെക്റ്റാങ്കിളിന്റെ ഏരിയ ഇസ് ഈക്വൽ ടു x × y. അത് നമ്മൾ പ്രോഡക്റ്റ് അപ്ലൈ ചെയ്താൽ മതി. വിത്ത് റെസ്പെക്ട് ടു ടി എടുക്കണം. ആ വേഡ് പ്രോബ്ലംസ് 1-2 നോക്കുക. പിന്നെ ഇന്റഗ്രേഷനകത്ത് മസ്റ്റ് പാർഷ്യൽ ഫ്രാക്ഷൻ, ഉറപ്പ് സാധനമാണ് പാർഷ്യൽ ഫ്രാക്ഷൻ. അത് കഴിഞ്ഞ് പ്രോപ്പർട്ടിയുടെ ക്വസ്റ്റ്യൻ. പാർഷ്യൽ ഫ്രാക്ഷന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ എഴുതി വിടാം. പാർഷ്യൽ ഫ്രാക്ഷന്റെ കുറച്ച് പ്രോബ്ലംസ്. ഇന്റഗ്രൽ x - 1 ഡിവൈഡഡ് ബൈ x + 1 ഇൻറ്റു x + 2. ഇതൊരു ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ഓരോ ചോദിക്കുന്ന ഇങ്ങനെ ആയിരിക്കും, x² + 3x + 2. മക്കളെ ഇതും ഒന്ന് തന്നെയാണ്. കാരണം x² + 3x + 2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. ഫാക്ടറൈസേഷൻ ചെയ്യണം. പ്രോഡക്റ്റ് +2 സമ്മ് +3 വരുന്ന 2 നമ്പറുകൾ ഏതൊക്കെയാ? +2 + 1. നടക്കുന്ന +2 + 1. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഇത് തന്നെയാണ്. ഇതറിയാലോ, പാർഷ്യൽ ചെയ്യുക. x - 1 = a/x + 1 + b/x + 2. ഇതിന്റെ വീഡിയോ നമ്മുടെ ബ്രൈറ്റ് അക്കാഡമിയിൽ കിടപ്പുണ്ട്. ഷോർട്ട് കട്ട് ചെയ്യാനുള്ള വീഡിയോ, ഇന്റഗ്രേഷന്റെ പാർഷ്യൽ ഫ്രാക്ഷന്റെ ഷോർട്ട് കട്ടിന്റെ വീഡിയോ അവിടെ കിടപ്പുണ്ട്. അത് നിങ്ങൾ കാണണം, മസ്റ്റ് ആയിട്ടും അത് കാണണം എല്ലാവരും. കാരണം അത് കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് നമുക്കൊരു 3 മാർക്ക് കിട്ടും. പാർഷ്യൽ ഫ്രാക്ഷനകത്ത് ഒരു ക്വസ്റ്റ്യൻ മസ്റ്റ് ആയിട്ട് വരും. അത് 7.5 എക്സർസൈസ് ആണ്. 7.5 എക്സർസൈസിലെ ക്വസ്റ്റ്യൻസ് പഠിക്കുക. അതുപോലെ ഇന്റഗ്രൽ cos x ഡിവൈഡഡ് ബൈ 1 - sin x ഇൻറ്റു 2 - sin x. നോക്കിയേക്കണേ, ഉത്തരേ ഉള്ളൂ. sin x ന് t എന്ന് പേര് കൊടുക്കുക. കൊടുത്താൽ ഡെറിവേറ്റീവ് എടുക്കണം. cos x dx = dt. അപ്പൊ ഇത് dt ഡിവൈഡഡ് ബൈ 1 - t ഇൻറ്റു 2 - t. നേരെ പാർഷ്യൽ ഫ്രാക്ഷൻ 1 = a/1 - t പ്ലസ് b/2 - t. പാർഷ്യൽ ഫ്രാക്ഷൻ അപ്ലൈ ചെയ്യാം. അതേപോലെ തന്നെ ഇന്റഗ്രൽ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കണം. ഇന്റഗ്രൽ 2x ഡിവൈഡഡ് ബൈ x² + 1 ഇൻറ്റു x² + 2. ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. x² t എന്ന് പേര് കൊടുക്കുക. 2x dx = dt. നടക്കുന്ന 2x dx അതങ്ങ് dt ആയി ഡിവൈഡഡ് ബൈ t + 1 ഇൻറ്റു t + 2.
പാർഷ്യൽ ഫ്രാക്ഷൻ ഉറപ്പായിട്ട് നോക്കണേ. പിന്നെ നോക്കണ്ടേന്ന് പറയുമ്പോൾ പാർഷ്യൽ ഫ്രാക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നോക്കേണ്ടത് പ്രോപ്പർട്ടി. പ്രോപ്പർട്ടി ഒക്കെ മസ്റ്റ് ആണ്. ഇന്റഗ്രൽ 0 to pi by 2 root cos xa divided by root cos xa plus root sin x dx. Integral 0 to pi by 2 sin raised to 3 by 2 x divided by sin raised to 3 by 2 x plus cos raised to 3 by 2 x dx. Integral 0 to pi by 2 dx divided by 1 plus root cot x. Integral 0 to pi by 2 dx divided by 1 plus root tan x. പ്രോപ്പർട്ടി ഏതാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. ഇന്റഗ്രൽ 0 to a f of x dx എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ടുള്ള പ്രോബ്ലം ആണിത്. ഇത് പഠിക്കുക. പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ടുള്ള പ്രോബ്ലം, ഈ പ്രോബ്ലം 3-4 പ്രോബ്ലം മസ്റ്റ് ആയിട്ട് പഠിക്കുക. ഇനി ഇന്റഗ്രൽ പ്രോപ്പർട്ടിക്കകത്ത് ഇന്റഗ്രൽ x into 1 minus x the whole raised to n dx പഠിക്കുക. ഇന്റഗ്രൽ 0 to 3 x into root of 3 minus x dx പഠിക്കുക. ഇതൊക്കെ മെയിൻ ക്വസ്റ്റ്യൻസ് ആണ്. ഇനി 0 to pi by 2 sin x minus cos x divided by 1 plus sin x cos x പ്രോപ്പർട്ടി. അതിനുശേഷം ഈ പ്രോബ്ലം pi by 6 to pi by 3 dx divided by 1 plus root tan x. പ്രോപ്പർട്ടി ഏതാണെന്ന് മനസ്സിലായല്ലോ. a to b f of x dx ആണ്. is equal to a to b f of a plus b minus x എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രോബ്ലം. നല്ല ക്വസ്റ്റ്യൻ ആണ്, നോക്കുക. അപ്പം ഇന്റഗ്രേഷനകത്ത് പാർഷ്യൽ ഫ്രാക്ഷൻ ഒരു ക്വസ്റ്റ്യൻ മസ്റ്റ്, പ്രോപ്പർട്ടി ഒരു ക്വസ്റ്റ്യൻ മസ്റ്റ്, പിന്നെ പാർട്സ്. ഈ പാർട്സ് നോക്കുമ്പോൾ നിങ്ങൾ പാർട്സിനകത്ത് എപ്പോഴും നോക്കേണ്ട കണക്കാണ് x² sin x നോക്കണം. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കണേ, x sin inverse x divided by root 1 minus x² dx. ഈ ഒരു പ്രോബ്ലം നോക്കിയേക്കണം. പിന്നെ നമ്മുടെ e raised to x sin x dx ഉം e raised to 2x sin x dx. ഇതിന്റെ പ്രത്യേകത അറിയാലോ, ഇത് ക്രിസ്തുമസ് എക്സ് ആണ്, ഇത് മോഡൽ ET ഫംഗ്ഷൻ എന്നാണ് അതിനെ വിളിക്കാറുള്ളത്. പിന്നെ ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്, e raised to x into f of x plus f dash of x dx is equal to ഉത്തരം e raised to x f of x plus c. ഇതിന്റെ ഒരു 3-4 പ്രോബ്ലം നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 3-5 പ്രോബ്ലത്തോളം ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. e raised to x കഴിഞ്ഞ് ഒരു ഫംഗ്ഷൻ അതിന്റെ ഡെറിവേറ്റീവ് തൊട്ടപ്പുറത്തുണ്ടെങ്കിൽ ഡയറക്റ്റ് ആൻസർ. ഇതാണ് ഇന്റഗ്രേഷനകത്ത് നിന്ന് മെയിൻ ആയിട്ട് നോക്കിക്കൊണ്ട് പോകേണ്ട 2 സാധനം. പക്ഷെ ഇന്റഗ്രേഷൻ മാർക്ക് 9 ആണ്. പിന്നെ കംപ്ലീറ്റിംഗ് സ്ക്വയർ ഉണ്ട്. ഇന്റഗ്രൽ dx ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് x² മൈനസ് 3x പ്ലസ് ഒരു 9 അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലം. കംപ്ലീറ്റിംഗ് സ്ക്വയറിന്റെ പ്രോബ്ലം അറിയാലോ. 7.4 എക്സസൈസിനകത്ത് പ്രോബ്ലം നോക്കും. 7.4 7.5. പിന്നെ ഇന്റഗ്രൽ 0 to pi by 4 tan inverse x divided by 1 plus x square dx. ഈ ക്വസ്റ്റ്യൻ നോക്കണം, നല്ല ക്വസ്റ്റ്യൻ ആണ്. ഇന്റഗ്രൽ tan inverse x divided by 1 plus x square dx നോക്കണം. പിന്നെ ഇന്റഗ്രൽ 0 to pi by 2 sin x divided by 1 plus cos square x dx ഇത് നോക്കണം. നല്ല പ്രോബ്ലം ആണ്, പരീക്ഷയ്ക്കൊക്കെ വരാൻ സാധ്യതയുള്ള പ്രോബ്ലം. ഇത് പറഞ്ഞത് എന്താ പറയുക, ഡെഫിനിറ്റ് ഇന്റഗ്രൽ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. ഡെഫിനിറ്റ് ഇന്റഗ്രൽ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിന്റെ പ്രോബ്ലം. അപ്പം ഇന്റഗ്രേഷനകത്ത് പാർഷ്യൽ ഫ്രാക്ഷൻ, പ്രോപ്പർട്ടി, കംപ്ലീറ്റ് സ്ക്വയർ, ഡെഫിനിറ്റ് ഇന്റഗ്രൽ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. പിന്നെ പ്രത്യേകിച്ച് ഇതിനകത്ത് ബാക്കിയല്ല 7.3 എക്സസൈസിനകത്ത് ഇന്റഗ്രൽ സൈൻ സ്ക്വയർ എക്സ് ഡി എക്സ്, ഇന്റഗ്രൽ കോസ് സ്ക്വയർ എക്സ് ഡി എക്സ്, ഇന്റഗ്രൽ സൈൻ ക്യൂബ് എക്സ് ഡി എക്സ്. ചില പറയുമ്പോൾ സൈൻ ക്യൂബ് എക്സ് ഒക്കെ കയറി വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇത് 3 നോക്കുക 7.3 എക്സസൈസിനകത്ത്. പിന്നെ ഇന്റഗ്രൽ 1 ഡിവൈഡർ ബൈ എക്സ് പ്ലസ് എക്സ് ലോഗ് എക്സ് ഡി എക്സ് നല്ല ക്വസ്റ്റ്യൻ ആണ്, 1-2 പ്രാവശ്യം പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇന്റഗ്രൽ 1 പ്ലസ് ലോഗ് എക്സ് ഹോൾ സ്ക്വയർ ഡിവൈഡർ ബൈ എക്സ് ഡി എക്സ് ലോഗുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ്. ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രേഷൻ നിങ്ങൾ നോക്കേണ്ടത്, ആദ്യം നോക്കേണ്ടത് y square is equal to 4x at x is equal to 1 and x is equal to 4 and the line ആണ്, and the line x is equal and the x axis എന്ന് പറയും. അന്നേരെ പടം എന്ന് പറയും. y square is equal to 4x എന്ന് പറയുമ്പോഴേ നിങ്ങൾക്ക് അറിയാം സ്ക്വയറിലൂടെ പടം പാസ് ചെയ്ത് പോകരുത്, എക്സിലൂടെ പടം പാസ് ചെയ്യും. എക്സിലൂടെ പടം പാസ് ചെയ്യും. at x is equal to 1 ഒറ്റ ലൈൻ, x is equal to 4 ഒറ്റ ലൈൻ ഷെയ്ഡിങ്
ഏരിയ കാണുന്ന ഇക്വേഷൻ ഇന്റഗ്രൽ വൈ ഡി എക്സ്. അതെങ്ങനെയാണ് വൈ ഡി എക്സ് എടുക്കുന്നത് പറഞ്ഞത്? ഇത് ഏത് ആക്സിസ് ആണ് ഷെയ്ഡ് ചെയ്തത് നിങ്ങൾ നോക്കണം. എക്സ് ആക്സിസ് ആണ് ഷെയ്ഡ് ചെയ്തത്. വൈയുടെ ആക്സിസിനോട് അടുത്തോട്ട് പോലും പോകുന്നില്ല. എക്സ് ആക്സിസ് എവിടെ ഷെയ്ഡ് ചെയ്തിട്ടാലും നിങ്ങൾ അന്നേരം വൈ ഡി എക്സ് എന്ന് മനസ്സിലാക്കി. എക്സ് ആക്സിസ് ഷെയ്ഡ് ചെയ്തിട്ടാൽ അന്നേരം വൈ ഡി എക്സ് എന്ന് ആലോചിച്ചോ. അപ്പൊ വൈയുടെ വില √4x dx, ലിമിറ്റ് 0 1 to 4, √4 കോൺസ്റ്റന്റ് വെളിയിലെടുക്കും 2 0 1 to 4 √x dx. √xന്റെ ഇന്റഗ്രേഷൻ കൊടുത്ത് അപ്പർ ലോവർ കൊടുക്കുമ്പോൾ ഉത്തരം കിട്ടും. അപ്പൊ ഇതിന്റെ 1 മാർക്ക് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു പടം നാട്ടി ഇങ്ങനെ വരച്ചിട്ടിട്ട് ഇത് മൊത്തം ഷെയ്ഡ് ചെയ്തിട്ട് കുറെ ഓപ്ഷൻ കാണും. ഇന്റഗ്രൽ വൈ ഡി എക്സ്, ഇന്റഗ്രൽ എക്സ് ഡി വൈ, ഇന്റഗ്രൽ വൈ ഡി വൈ, ഇന്റഗ്രൽ എക്സ് ഡി എക്സ് എന്നൊക്കെ ഓപ്ഷൻ കാണും. ഈ ക്വസ്റ്റ്യൻ കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി എക്സ് ആക്സിസ് ആ ഷെയ്ഡ് ചെയ്തത്. അപ്പൊ ഡി എക്സ് ആണ് ഉത്തരത്തിൽ വരുന്നത്. ഇതോ ഇത് രണ്ടും വരുന്നില്ല. ഇനി ഡി എക്സ് ആണെങ്കിൽ എന്തോ വൈ ഡി എക്സ് എന്നേ വരാവുള്ളൂ. ഏരിയ കാണുന്ന ഇന്റഗ്രൽ വൈ ഡി എക്സ് അല്ലെങ്കിൽ എക്സ് ഡി എക്സ് എന്ന് വരത്തിരിക്കുന്നു. അപ്പൊ വൈ ഡി എക്സ് ആണ് നോക്കണേ, കുറച്ച് നോക്കണേ. പിന്നെ അതിനകത്ത് എലിപ്സ് നോക്കുക, പരാബോള, എലിപ്സ്, സർക്കിൾ. പിന്നെ y is equal to cos x at x is equal to 0 and x is equal to 2 pi. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. ഇനി sketch the graph of modulus of x plus 3 എന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ പാർട്ട് ഇന്റഗ്രൽ -6 to 0 modulus of x plus 3 dx, എന്നിട്ട് y is equal to x mod x at x is equal to -2 and x is equal to 1. ഇത് നോക്കുക. അപ്പം പരാബോള, സർക്കിള്, എലിപ്സ്, ട്രിഗണോമെട്രിക് ഫംഗ്ഷനായ കോസിന്റെ നോക്കുക. സൈൻ നോക്കിയതിൽ കുഴപ്പമില്ല, കോസ് ഇച്ചിരി നല്ല ക്വസ്റ്റ്യൻ ആണ്. പിന്നെ പുസ്തകത്തിനകത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. y is equal to 3x plus 2 and the x axis and the line x is equal to -1 and x is equal to 1 എന്ന് പറയുന്നത്. ഫൈൻഡ് ദ ഏരിയ. ലൈൻ വരച്ച് ചെയ്യുന്നത്. അതിന്റെ ലൈൻ ഏകദേശം വരുന്നത് ഇവിടെ -1 ഇവിടെ 1. ഇവിടെ ഇങ്ങനെ പോകുന്ന ഒരു ലൈനിന്റെ കണക്ക് ഇതിങ്ങനെ ഷെയ്ഡ് ചെയ്ത് പുസ്തകത്തിനകത്ത് ചെയ്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേക്കണം. ഇത് ഇത്രയാണ് ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രേഷൻ ആണ്. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓർഡറും ഡിഗ്രിയും മസ്റ്റ്. ഓർഡർ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഹയസ്റ്റ് ഡെറിവേറ്റീവിനെ വിളിക്കുന്ന പേരാണ് ഓർഡർ. ഹയസ്റ്റ് ഡെറിവേറ്റീവ്, വലിയ ഡെറിവേറ്റീവിനെ വിളിക്കുന്നത്, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കിടക്കുന്ന വലിയ ഡെറിവേറ്റീവിനെ വിളിക്കുന്ന പേര് ഓർഡർ എന്നും അതിന്റെ പവറിനെ വിളിക്കുന്ന പേരാണ് ഡിഗ്രി. അതിന്റെ പവർ ആണ് ഡിഗ്രി. സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡി ക്യൂബ് ഡിവൈഡഡ് ബൈ ഡി എക്സ് ക്യൂബ് പ്ലസ് എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ദ ഹോൾ റൈസ് ടു 5 പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 0. ഇതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഇത് ഫസ്റ്റ് ഓർഡർ ആണ്, ഫിഫ്ത് ഓർഡർ അല്ല, ഫസ്റ്റ് ഓർഡർ. ഇത് തേർഡ് ഓർഡർ. ഇതിനകത്ത് ഏറ്റവും വലിയ ഡെറിവേറ്റീവ് തേർഡ് ഓർഡർ, ഓർഡർ 3. അതിന്റെ പവർ അതാണ് ഡിഗ്രി. അതിന്റെ പവർ എത്ര? 1. ഒന്നുമില്ലെങ്കിൽ 1 അല്ലേ. ഇതാണ്. പിന്നെ ഈ ഇങ്ങനെയൊക്കെ വന്നാൽ സൈൻ ഡി വൈ ബൈ ഡി എക്സ്, സൈൻ വൈ ഡാഷ്, സൈൻ വൈ ട്രിപ്പിൾ ഡാഷ്, ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനൊന്നും ഡിഗ്രി നോട്ട് ഡിഫൈൻഡ് ആണ്. ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ വന്നിട്ട് ബ്രാക്കറ്റ് ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡർ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കിടപ്പുണ്ടെങ്കിൽ അതിന് ഡിഗ്രി ഇല്ല. പിന്നെ അതിനകത്ത് ലീനിയറിന്റെ ക്വസ്റ്റ്യൻ നല്ലതുപോലെ പഠിച്ചു. ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, അതിന്റെ ക്വസ്റ്റ്യൻ ഞാൻ എഴുതിയിടാം. എക്സ് ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ്. ഇതൊരു ക്വസ്റ്റ്യൻ. ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇത് ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് പി വൈ ഇസ് ഈക്വൽ ടു ക്യൂ എന്ന് പറയുന്ന ഫോർമാറ്റിലുള്ള ക്വസ്റ്റ്യൻ. അടുത്തത് എക്സ് ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് 2y ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ്. ഈ രണ്ട് പ്രോബ്ലം നല്ലതുപോലെ നോക്കുക. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട രണ്ട് പ്രോബ്ലംസ് ആണ്. ലീനിയറിന്റെ രണ്ട് പ്രോബ്ലം ആണ്. എക്സ് ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ് എന്നുള്ള പ്രോബ്ലവും എക്സ് ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് 2y ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ് എന്നുള്ള പ്രോബ്ലവും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ പഠിച്ചു പോകേണ്ട രണ്ട് പ്രോബ്ലമാണ്. ഇനിയുണ്ട് ലീനിയറിനകത്ത് ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് 2y tan x is equal to sin x. നല്ല പ്രോബ്ലം. അതേപോലെ dy by dx minus 3y cot x is equal to sin 2x. ഈ പ്രോബ്ലംസ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോബ്ലമാണ്. പരീക്ഷകൾക്കെല്ലാം വന്നിട്ടുള്ള പ്രോബ്ലങ്ങളാണ്. അപ്പൊ ഇത് രണ്ടും മസ്റ്റ് ആയിട്ട് നോക്കണേ. നല്ല രണ്ട് പ്രോബ്ലംസ് ആണ്. പരീക്ഷയ്ക്ക് ചോദിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ള രണ്ട് പ്രോബ്ലംസ്.
അതേപോലെ dy/dx പ്ലസ് 3y ഇസ് ഈക്വൽ ടു e റൈസ് ടു മൈനസ് 2x. ഇത് ഇത്രയും ലീനിയറിനകത്ത് നിന്ന് ഇത്രയും പ്രോബ്ലം നല്ലതുപോലെ പഠിച്ചുകൊണ്ട് പോവാം. പിന്നെ നമ്മൾ ലീനിയറിനകത്ത് ഈ ലീനിയറിനകത്ത് തന്നെ x into dy/dx is equal to x plus y. ഇത് ലീനിയർ ചെയ്യാവുന്ന ക്വസ്റ്റ്യനാണ്. ഇത് നോക്കുക. ഇത് ഇത്രയും ക്വസ്റ്റ്യൻ ആണ് ലീനിയറിനകത്ത് നോക്കിക്കൊണ്ട് പോകേണ്ടത്. നല്ല കുറെ പ്രോബ്ലംസ് ആണ് ഇതെല്ലാം. dy/dx പ്ലസ് y/x is equal to log x. ഇത് ഇത്രയും ലീനിയറുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലം. അപ്പൊ ലീനിയറുമായിട്ട് ബന്ധപ്പെട്ട ഇത്രയും പ്രോബ്ലം നോക്കിക്കൊണ്ട് പോകുക. പിന്നുള്ളതാണ് വേരിയബിൾ സെപ്പറബിൾ VS ഫോമിലെ പ്രോബ്ലം. VS ഫോമിലെ പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മൾ ഏകദേശം ഒരു VS ഫോമിലെ ഒരു 6-7 പ്രോബ്ലം, നമ്മൾ 7 പ്രോബ്ലമേ VS ഫോമിൽ എഴുതത്തുള്ളൂ. ഈ 7 പ്രോബ്ലം നല്ലപോലെ പഠിച്ചോണ്ട് പോകാം. 7 പ്രോബ്ലമേ എഴുതിയിട്ടുള്ളൂ. ഈ 7 പ്രോബ്ലം നല്ലപോലെ പഠിച്ചോണ്ട് പോകാം. c² x into tan y dx plus c² y into tan x dx is equal to 0. ഇതൊരു പ്രോബ്ലം. dy/dx is equal to x plus 1 divided by 2 minus 5. ഇത് വേറൊരു പ്രോബ്ലം. dy/dx is equal to x² y² plus x² plus y² plus 1. ഇതൊക്കെ എന്തിന്റെ ക്വസ്റ്റ്യൻ ആണെന്ന് അറിയാലോ നിങ്ങൾക്ക്? വേരിയബിൾ സെപ്പറബിൾ ഫോമിലെ ക്വസ്റ്റ്യൻസ് ആണ്. dy/dx is equal to 1 plus y² divided by 1 plus x². ഇത് ഇത്രയും ലീനിയറുമായിട്ട് ബന്ധപ്പെട്ട 1, 2, 3, 4 ഈ 4 പ്രോബ്ലവും dy/dx is equal to minus 4xy² at y is equal to 1 ഉം x is equal to 0. ഈ പ്രോബ്ലം നോക്കുന്നു. അപ്പൊ ഇത് ഇത്രയും ലീനിയറുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് ആണ്. ലീനിയറുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു പ്രോബ്ലം നോക്കണം. log dy/dx is equal to e raised to 3x plus 4y at x is equal to 0 ഉം y is equal to 0. ലീനിയർ കഴിഞ്ഞു. അപ്പം ലീനിയർ കഴിഞ്ഞു. ഹോമോജീനിയസിന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഒരു 2-3 എണ്ണം നോക്കിക്കൊണ്ട് പോയത്. എല്ലാം കൂടെ നോക്കണ്ട. ഹോമോജീനിയസിന്റെ ആണ്. ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്ന സാധനത്തിന്റെ ആണ് ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അതിന്റെ x dy/dx is equal to x plus y. ഇത് ലീനിയറിലും ചെയ്യാം, ഹോമോജീനിയസിലും ചെയ്യാം, രണ്ടിലും ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ. ഈ ഒരു ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ x² plus y² into dx is equal to 2xy dy. ഈ ഒരു പ്രോബ്ലം. ഇത് രണ്ടും നല്ല പ്രോബ്ലമാണ്. ഇതും നല്ല ഒരു പ്രോബ്ലമാണ്. ചോദിക്കാൻ പറ്റിയ ഒരു പ്രോബ്ലമാണ്. x dy minus y dx is equal to root of x² plus y² dx. ഈ പ്രോബ്ലം നോക്കിക്കോളൂ. x³ plus y³ into dx minus xy² dy equal to 0. ഇതെല്ലാം നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ഹോമോജീനിയസുമായിട്ട് ബന്ധപ്പെട്ട ഇത്രയും ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കൊണ്ടുപോകാം. പിന്നെ വെക്ടറിനകത്ത് നിങ്ങൾ ഏരിയ ഓഫ് പാരലോഗ്രാം കാണുന്ന ഇക്വേഷൻ മാഗ്നിറ്റ്യൂഡ് ഓഫ് a cross b. a and b ആർ ദ സൈഡുകളാണ്. ഇനി ഏരിയ ഓഫ് ട്രയാങ്കിൾ പഠിച്ചുകൊണ്ട് പോകുന്നു. ഹാഫ് ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ab cross ac. പ്രൊജക്ഷൻ ഓഫ് a on b. പ്രൊജക്ഷൻ ഓഫ് a on b. പിന്നെ പെർപെൻഡിക്കുലർ വെക്റ്റർ, പാരലൽ വെക്റ്റർ. അതിനകത്ത് നിങ്ങളെ പുസ്തകത്തിനകത്തുള്ള ഒരു എക്സാമ്പിൾ, മിസലേനിയസ് എക്സർസൈസ് അല്ല, മിസലേനിയസ് എക്സാമ്പിളിനകത്ത് ഒരു 4 ക്വസ്റ്റ്യൻ കിടക്കും. 4 വെക്റ്റർ തന്നിട്ട് എ ബി ആൻഡ് സി ഡിയുടെ ആംഗിൾ കണ്ടുപിടിക്കുന്നത് കൊളീനിയർ ആണെന്ന് പ്രൂവ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ. പിന്നെ 10.4 എക്സസൈസിലെ രണ്ടാമത്തെ പ്രോബ്ലം പഠിച്ചുകൊണ്ട് പോകും. ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് ദ യൂണിറ്റ് വെക്റ്റർ പെർപെൻഡിക്കുലർ ടു ബോത്ത് a plus b and a minus b ആണെങ്കിൽ ഇക്വേഷൻ പഠിച്ചോളെ. യൂണിറ്റ് വെക്റ്റർ ഉണ്ട്, പെർപെൻഡിക്കുലർ ടു ബോത്ത് a plus b and a minus b ആണെങ്കിൽ a plus b cross a minus b divided by magnitude of a plus b cross a minus b. മക്കളെ ഇത് ഇമ്പോർട്ടന്റ് ആണ്. വെക്റ്ററിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് പ്രോബ്ലം ആണ്. പഠിച്ചോളൂ പോണേ. ഏറ്റവും ഇമ്പോർട്ടന്റ് പ്രോബ്ലം ആണ് യൂണിറ്റ് വെക്റ്റർ പെർപെൻഡിക്കുലർ ടു ബോത്ത് a plus b and a minus b. മിസലേനി 10.4 എക്സസൈസിനകത്തെ രണ്ടാമത്തെ പ്രോബ്ലം ആണിത്. ഇത് ചെയ്ത് നോക്കണേ. 4 മാർക്കിന് ചോദിക്കാൻ പറ്റിയ സുന്ദരമായ ഒരു ക്വസ്റ്റ്യൻ ആണ്.
പുസ്തകത്തിനകത്ത് അതിന്റെ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ചെയ്തു വിട്ടിട്ടുണ്ട്. കൂടാതെ എക്സസൈസിനകത്ത് അതിന്റെ ഒരു ക്വസ്റ്റ്യൻ കിടപ്പുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആൽഫയും ബീറ്റയും തന്നിട്ട് β1 + β2 കണ്ടുപിടിക്കുന്ന ഒരു പ്രോബ്ലം ഉണ്ട്. ആ 7 മിസ്സെല്ലേനിയസ് എക്സസൈസിനകത്തുള്ള പ്രോബ്ലം തന്നെ. ഇത് ഇത്രയും നല്ല വൃത്തിയായിട്ട് പഠിക്കുക. പ്രോബബിലിറ്റി പിന്നെ പറയേണ്ട കാര്യമില്ല. ബേസ് തിയറത്തിന്റെ ക്വസ്റ്റ്യൻ മസ്റ്റ് ആണ്. ബേസ് തിയറത്തിനകത്ത് നിങ്ങൾ മെഷീന്റെ കണക്കുകളും പിന്നെ ബാഗ് ബോക്സ് അറിയാലോ, ബാഗും ബോക്സും വരികയാണെങ്കിലുള്ള പ്രോബ്ലവും നല്ല വൃത്തിയായിട്ട് പഠിക്കുക. പിന്നെ ഇൻഡിപെൻഡന്റ് ഈവന്റ് എന്റെ ഒരു ക്വസ്റ്റ്യൻ കാണും. ഇൻഡിപെൻഡന്റ് ഈവന്റ് എന്ന് പറയുമ്പോഴേ നമുക്കറിയാം പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ക്വസ്റ്റ്യൻ കാണത്തില്ല. പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി, പി ഓഫ് എ ഗിവൺ ബിയുടെ പ്രോബ്ലം പഠിച്ചോളൂ. എ ഗിവൺ ബിയുടെ ഇക്വേഷൻ പഠിക്കണം. പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പി ഓഫ് ബി ആണ്. അതുപോലെ പി ഓഫ് ബി ഗിവൺ എ എന്ന് പറയുമ്പോൾ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പി ഓഫ് എ ആണ്. ഈ എ ഗിവൺ ബിയുടെ പ്രോബ്ലം പഠിച്ചുകൊണ്ട് പോകണം. 1 മാർക്ക് ക്വസ്റ്റ്യൻ കാണാൻ സാധ്യതയുണ്ട്, 2 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്, 4 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്. ബേസ് തിയറം മസ്റ്റ്. ബേസ് തിയറത്തിലെ പുസ്തകത്തിനകത്തുള്ള 13.3 എക്സസൈസിനകത്തുള്ള ഒരു ഇൻഷുറൻസ് കമ്പനി ഇൻഷ്യൂർഡ് 2000 സ്കൂട്ടർ ഡ്രൈവർ, 4000 കാർ ഡ്രൈവർ, 6000 ട്രക്ക് ഡ്രൈവേഴ്സ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ നോക്കണം, അതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്. പിന്നെ പുസ്തകത്തിനകത്തെ എക്സാമ്പിൾ 17, പ്രോബബിലിറ്റിക്കകത്തെ എക്സാമ്പിൾ 17ാമത്തെ ക്വസ്റ്റ്യൻ, in 3 identical box 1, 2, 3, ഫസ്റ്റ് ബോക്സ് കണ്ടെയ്ൻ 2 കോയിൻ എന്ന് പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ. ഒരു ഗോൾഡ് കോയിന്റെയും സിൽവർ കോയിന്റെയും ക്വസ്റ്റ്യൻ നോക്കിക്കൊണ്ടു പോകാം. അപ്പൊ ഇത് ഇത്രയാണ് നമ്മൾ നല്ല വൃത്തിയായിട്ട് പോയിക്കൊണ്ട് പോകേണ്ടത്. അപ്പൊ വീഡിയോ എല്ലാവരും കണ്ട് ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് എല്ലാം വൃത്തിയായിട്ട് നോക്കിക്കൊണ്ട് പോകണം. മെട്രിക്സിനകത്ത ക്വസ്റ്റ്യൻസ് തന്നെ പറയേണ്ട കാര്യമില്ല. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കോണം. 1, 5, 6, 7 ഷോ ദാറ്റ് A plus A transpose is symmetric എന്നും 1, 2 A minus A transpose is Q symmetric എന്നും പ്രൂവ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ നോക്കിക്കൊണ്ട് പോകണം. നല്ല ക്വസ്റ്റ്യൻ ആണ്. പിന്നെ പരീക്ഷയ്ക്ക് ഈ ക്വസ്റ്റ്യൻ ഇപ്പൊ പരീക്ഷയ്ക്ക് 1, 2, 3 B is equal to 4, 5, 6 ആണെങ്കിൽ ഇതിന്റെ എ ബിയും ബി എയും കണ്ടുപിടിക്കാൻ പഠിച്ചുകൊണ്ട് പോകാം. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് നല്ല വൃത്തിയായിട്ട് കവർ ചെയ്തുകൊണ്ട് പോയാൽ മതി. നിങ്ങൾക്ക് ഫുൾ മാർക്കും കിട്ടിയിരിക്കും. പറഞ്ഞ ക്വസ്റ്റ്യൻ എല്ലാം വർക്ക്ഔട്ട് ചെയ്തിട്ടേ പോകാവുള്ളൂ. അപ്പം എല്ലാവർക്കും നല്ല പരീക്ഷയാവട്ടെന്ന് ആശംസിക്കുകയും ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു.